أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وآله وأصحابه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. ഈ മഹത്തായ പഠന ക്യാമ്പിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, പ്രിയങ്കരരായ ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സഹൃദയരെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു കാര്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കട്ടെ. എനിക്ക് വിഷയത്തിൻ്റെ അവതരണത്തിൻ്റെ മുമ്പായി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം,
നമ്മുടെ ഏതൊരു പ്രവർത്തനവും സമൂഹത്തിൻ്റെ മാറ്റത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാവണം എന്നുള്ള ഒരഭിപ്രായം എനിക്കുണ്ട്. പഠന ക്യാമ്പുകൾ നടക്കാത്ത ഒരു നാടല്ല കേരളം. മതസംഘടനകളില്ലാത്ത ഒരു നാടല്ല കേരളം. മതപ്രബോധന സംരംഭങ്ങളില്ലാത്ത ഒരു നാടല്ല കേരളം. ഇതുപോലെ അനവധി പഠന ക്യാമ്പുകൾ ഇവിടെ തന്നെ മുമ്പ് നടന്നിട്ടുണ്ടാകും. ഇനിയും അള്ളാഹു തൗഫീഖ് ചെയ്താൽ നടക്കാൻ പോവുകയും ചെയ്യും. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കുന്നു, എന്നോടും നിങ്ങളോടും, ഓരോ പഠന ക്യാമ്പുകൾ അവസാനിക്കുമ്പോഴും സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. സംഘടിപ്പിക്കുന്ന സംഘാടകരും ഇതിനെ പ്രയോഗവൽക്കരിക്കുന്നവരും എല്ലാം ഇതിൽ ഭാഗവാക്കാകുന്നുണ്ടാകണം, പങ്കാളികളാകുന്നുണ്ടാവണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നലെ വരെ അല്ല, ഇന്ന് പഠന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വരെ ഫസ്റ്റ് ക്ലാസ്സാണല്ലോ ഇവിടെ നടക്കാൻ പോണത്. ഈ ക്ലാസ്സിൽ വരുന്നതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന തിന്മകൾ ഈ ക്ലാസ് അവസാനിക്കുന്നതോടുകൂടി മാറുമോ എന്നതാണ് ഗൗരവകരമായ ചർച്ച. എനിക്കും നിങ്ങൾക്കും പലപ്പോഴും സാധിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ ഒന്ന് ഇതായിരിക്കാം. പ്രസംഗങ്ങൾ ഒരുപാട് നടക്കുന്നു, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു, വിയോജനക്കുറിപ്പുകൾ രേഖപ്പെടുത്തുന്നു. പക്ഷേ നാഥ, ഞാൻ ഈ കേട്ട കാര്യങ്ങളിൽ പലിശയുമായി ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ബന്ധപ്പെടാൻ പാടില്ലെന്ന അറിവ് എനിക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. ഇന്നിതാ എനിക്ക് ആ അറിവ് വന്നെത്തിയിരിക്കുന്നു. ഇനി ആ അറിവിനനുസരിച്ച് ഞാൻ അമല് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ആ അമല്? അറിവ് നേടുക എന്നത് എളുപ്പമാണ്. അറിവിനനുസരിച്ച് അമല് ചെയ്യുക എന്നത് വളരെ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ്. കള്ള് കുടിക്കരുത്, അപകടമാണ്, അതൊരറിവാണ്. ആ അറിവ് അമലാകുക എപ്പോഴാണ്? ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാതിരിക്കുമ്പോഴാണ്. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറരുത് എന്നതൊരറിവാണ്. ആ അറിവ് അമലാകുന്നത് എപ്പോഴാണ്? സ്ത്രീയോട് ജീവിതത്തിൽ ഒരിക്കലും അപമര്യാദയായി പെരുമാറാതിരിക്കുമ്പോഴാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ഹെൽത്ത്, പുകവലി ശരീരത്തിന് ഹാനികരമാകുന്നു എന്ന അറിവ് അമലാകുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ ഒരിക്കലും പുകവലിക്കാതിരിക്കുമ്പോഴാണ്. പെട്ടിക്കട നടത്തുന്ന ഒരു വിദ്വാൻ ആ പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, ചുവന്ന ബോർഡ്. എന്താ? പുകവലി അർബുദത്തിന് കാരണമാകും. അതൊരറിവാണ്. ആ അറിവ് അമലായില്ല. കാരണം അറിഞ്ഞിട്ടും അദ്ദേഹം സിഗരറ്റ് വിൽക്കുന്നു. നിനക്ക് അർബുദം വരട്ടടാ ബലാലെ, എനിക്ക് എന്തായാലും എന്താ എന്നതാണ് അതിൻ്റെ ധ്വനി. മനസ്സിലാവണുണ്ടോ? അതിന് യോജിക്കുന്ന ഒരു മനസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പുകവലിക്കാൻ പാടില്ല എന്നറിഞ്ഞോ ഒരു സെലഫിയാണോ പിന്നെ ജീവിതത്തിൽ പുകവലിക്കാൻ പാടില്ല. താടി വെക്കൽ സുന്നത്താണെന്ന് മനസ്സിലായോ പിന്നെ ജീവിതത്തിൽ ബ്ലേഡ് എടുത്ത് പഠിക്കാൻ പാടില്ല. ഇതാണ്. ഇതില്ലെങ്കിൽ വേണ്ട. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാം അറിവ് നേടാനല്ല പറഞ്ഞത്, പ്രയോജനപ്രദമായ അറിവ് നേടാനാണ്. അറിവ് നേടൂ എന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇല്ല. ഹദീസുകളിൽ എവിടെയും നിങ്ങൾ അറിവ് നേടൂ എന്നല്ല പറഞ്ഞത്, പ്രയോജനപ്രദമായ അറിവ് നേടൂ. പ്രയോജനപ്രദമല്ലെങ്കിൽ അറിവിന് യാതൊരു കാര്യവുമില്ല. അറിവ് ജീവിതത്തെ സംസ്കരിക്കാനാണ് അറിവ്. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഗാന്ധിജി എല്ലാം പറഞ്ഞിട്ടുള്ളൊരു വാക്ക്, ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടിപ്രക്രിയയാകുന്നു അറിവ്. എന്താണ് അറിവ്? ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയണം. ഞാൻ എൻ്റെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട്, സഹോദരിമാരോട്, യുവതികളോട്, യുവാക്കളോട്, എൻ്റെ വിഷയം യുവത്വം അനുഗ്രഹമാണ് എന്നുള്ളതാണ്. വിഷയം എന്താണ്? യുവത്വം അതൊരനുഗ്രഹമാണ്, ശാപമല്ല. യുവത്വം ഒരനുഗ്രഹമാണ്, ശാപമല്ല. യുവത്വം ഒരനുഗ്രഹമാണ്, ശാപമല്ല. യുവത്വം ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട യൗവനം. കാലം, ലോകം, സമൂഹം, രാഷ്ട്രം എല്ലാം ആവശ്യപ്പെടുന്ന മഹത്തായ യൗവനം. പലതും ചെയ്തു തീർക്കാൻ ബാധ്യതയുള്ള ഒരു സന്ദർഭം. യുവതിയാവുക,
യുവാവാവുക. ഈ ഘട്ടത്തെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു എന്നതിനെ സംബന്ധിച്ചാണ് എൻ്റെ വിഷയം. യുവാക്കളെ, യുവതികളെ, ഇന്ന് യുവസമൂഹത്തെ നാം പരിശോധിച്ചാൽ ഒന്നാമത്തെ കാര്യം എന്താണ്? യുവത്വം ഒരു അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. യുവത്വം ഒരനുഗ്രഹമാണ്. അനുഗ്രഹമാണെങ്കിലോ ആ അനുഗ്രഹത്തോട് നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലേ? യുവത്വം ഒരു അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാവണം. അനുഗ്രഹമാണോ? അതാര് നൽകി? അള്ളാഹു. അപ്പൊ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. യുവത്വം ഒരു അനുഗ്രഹമാണെങ്കിൽ, ആ അനുഗ്രഹം നാഥൻ നൽകിയതാണെങ്കിൽ ആ അനുഗ്രഹത്തോട് പോസിറ്റീവായി പ്രതികരിക്കുക എന്നുള്ളതാണ്. സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. തീർച്ചയായും അനുഗ്രഹത്തെക്കുറിച്ച് പരലോകത്ത് ചോദ്യമുണ്ട്, അല്ലേ? 5 കാര്യങ്ങളെ പറ്റി ചോദ്യം. അതിലൊന്ന് യുവത്വമാണ്. ശബാബ്, നിന്റെ യൗവനം, അത് നീ എന്തിനു വേണ്ടി തൊലച്ചു? വല്ലാത്തൊരു പ്രയോഗം. നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി തൊലച്ചു? അപ്പോൾ മുസ്ലിം സമൂഹത്തിലെ പൊന്നാനിയിലെ, തിരൂരിലെ, കോട്ടക്കലിലെ, കേരളത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ മറുപടി, നാഥ, എന്റെ നാട്ടിൽ സർക്കാരിന്റെ കീഴിൽ ഒരു ബീവറേജ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. 50,000 ലിറ്റർ മദ്യം ഉണ്ടായിരുന്നു. അത് ഞാനും എന്റെ സുഹൃത്തുക്കളും 2 ആഴ്ച കൊണ്ട് കുടിച്ചു തീർത്തു. മറുപടിയാണ്, നാഥ, എനിക്കൊരു യൗവനം ഉണ്ടായിരുന്നു. ഒരൊറ്റ പെണ്ണിനെയും ഞങ്ങളെ കവലയിൽ ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. നാഥ, എനിക്ക് നീ ഒരു യൗവനം നൽകിയിരുന്നു. ഞാൻ കഞ്ചാവിന് അടിമയായിരുന്നു. നാഥ, എനിക്ക് നീ ഒരു യൗവനം നൽകിയിരുന്നു. അത് പാഴ്വേലയായിരുന്നു. നാഥ, എനിക്ക് നീ ഒരു യൗവനം നൽകിയിരുന്നു. എല്ലാം ഞാൻ തുലച്ചു കളഞ്ഞു. എന്റെ കഷ്ടമേ, എന്റെ നാശമേ, യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല യാ വൈലത്താ ലൈതനി ലമ്മ ഇത്തഖദു ഫുലാനൻ ഖലീല. പടച്ചവനെ, എന്റെ കൂട്ടുകാരൻ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. തൊലച്ച ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഇല്ല, നീ നൽകിയ യൗവനത്തോട് പോസിറ്റീവായി പ്രതികരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങളുടെ യൗവനം. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്നു. ജൂനിയർ വിദ്യാർത്ഥികളായി കടന്നു വരുന്ന പൂങ്കാവനത്തിലെ പുഷ്പങ്ങളെ പോലെയുള്ള നിഷ്കളങ്കരായ 16 വയസ്സുകാരെ ഞങ്ങൾ റാഗിങ്ങിന് വിധേയമാക്കി. ഞങ്ങൾ അവരിലെ സീനിയറായിരുന്നു. ഞങ്ങൾ ജൂനിയറായി കടന്നു വന്ന ഞങ്ങളുടെ അനുജന്മാരെ, സ്വാതന്ത്ര്യത്തോടെ സ്വീകരിക്കുന്ന ഞങ്ങളുടെ അനുജന്മാരെ, ശാന്തിയെ കണ്ട ഞങ്ങളുടെ കരങ്ങൾ അവരെ പ്രഹരിച്ചു, അവരെ വേദനിപ്പിച്ചു, അവരെ ഞങ്ങൾ പലതും ചെയ്യിപ്പിച്ചു. ഞങ്ങളുടെ യൗവനം പാഴായിപ്പോയ കഥനകഥയുടെ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വീണുപോയ യൗവനം ഓർമ്മ വരികയാണ്. അങ്ങനെയൊരവസ്ഥ പരലോകത്ത് വരാതിരിക്കാൻ യൗവനം, അത്ഭുതമാണ് യൗവനം, അല്ലേ? ഓടുകയായിരുന്നു, റോട്ടിലൂടെയുള്ള ഓട്ടമായിരുന്നു. എന്തിന്? പെങ്ങളെ പോറ്റാൻ. ബാപ്പ നേരത്തെ മരിച്ചു, ഉമ്മ ശയ്യാവലംബിയാണ്, 3 സഹോദരിമാരുണ്ട്, ചെറിയൊരു അനുജനുണ്ട്. ഓടുകയായിരുന്നു. എന്തിന്? അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമുള്ള ജീവിതത്തിൽ നിന്ന് അത്തായ പട്ടിണി പശിയടക്കാൻ നെട്ടോട്ടമായിരുന്നു. കൈകളിൽ തയമ്പ് കെട്ടിയിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിന് കൈ കൊടുത്തു, ഹസ്തദാനം ചെയ്തു. ഹസ്തദാനം ചെയ്തപ്പോ കൈ നിറയെ പരിക്കൻ തയമ്പ്. നബി ചോദിച്ചു, എന്താ ഇത്? ഉള്ളംകൈയിൽ വല്ല അസുഖവുമാണോ? ആ മനുഷ്യൻ പറയുകയാണ്, അല്ല നബിയെ, കുടുംബത്തെ പോറ്റാൻ, എന്റെ കുടുംബത്തെ പോറ്റാൻ അധ്വാനിച്ച, മമ്മട്ടി പിടിച്ച, തയമ്പ് വന്ന കൈയാണിത്. റസൂലുള്ളാഹ് ആ കൈ പൊക്കിപ്പിടിച്ചു, അതിന്റെ ഉള്ളംകൈയിൽ ചുംബിച്ചു. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ആ യുവാവിന്റെ കൈ ചുംബിച്ചു, ആ കൈ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏയ് സഹാബികളെ, അള്ളാഹുവും റസൂലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 കൈകളാണ് ഈ കൈകൾ. യുവാക്കളെ, മോഷ്ടിച്ച് തയമ്പിച്ച കൈകൾ ഉണ്ടാവാം, ഹറാമുകൾ ചെയ്ത് തയമ്പിച്ച കൈകൾ ഉണ്ടാകാം, വിദേശ ബ്രാൻഡിന്റെ മദ്യക്കുപ്പി കയ്യിൽ യഥേഷ്ടം പിടിച്ചതിന്റെ ഭാരമുണ്ടാകാം, കൈത്തണ്ട വേദനിച്ചിട്ടുണ്ടാവാം. പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, കുടുംബത്തെ സംരക്ഷിക്കാൻ, മാതാവിനെ നോക്കാൻ ജീവിതത്തിൽ നെട്ടോട്ടമോടി വിയർപ്പ് കണങ്ങൾ ഒന്നൊന്നായി ഭൂമിയിൽ ഉറ്റിവീണ നല്ലൊരു യുവാവിന്റെ കഥയല്ല നമ്മുടെ കഥ. യൗവനം പരിശുദ്ധമായി ഉപയോഗപ്പെടുത്തിയ കഴിഞ്ഞകാല സഹാബ യുവാക്കളുടെ കഥയല്ല നമ്മുടെ കഥ. ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ കാലഘട്ടത്തിലെ യുവത്വത്തിന്റെ കഥയല്ല നമ്മുടെ കഥ.
സുഗതകുമാരി ടീച്ചർ പറഞ്ഞ ബോംബെയുടെ തെരുവീതികളിൽ മയക്കുമരുന്നിനും റെഡ് സിറ്റിയിൽ ചെലവഴിച്ചതും യൗവനം പായായിപ്പോയതുമായ കഥയാണ് നമ്മുടെ കഥ. ഉമ്മാനെ കണ്ണീര് കുടിപ്പിച്ച നമ്മുടെ യൗവനം, ബാപ്പാനെ വേദനിപ്പിച്ച നമ്മുടെ യൗവനം, ഏതൊരു നെഞ്ചിന്റെ ചൂടേറ്റുവോ ആ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയ നമ്മുടെ യൗവനം, കുടിച്ചു കുടിച്ചു കൂത്താടി കരള് കരിച്ചു കളഞ്ഞ് ആന്തരിക അവയവങ്ങൾ കരിച്ചു കളഞ്ഞ് ലോകത്തിന് സ്വാസ്ഥ്യം കെടുത്തിയ ഓവുചാലിലേക്ക് മറിഞ്ഞു വീണുപോയ ഒരു യൗവനം. ആ യൗവനമുണ്ട് ഇന്ന് ലോകത്തിന്. ഉമ്മയുടെ കണ്ണീര് തോരാത്ത നാളുകൾ രാത്രിയിൽ കരഞ്ഞിരിക്കുകയാണ്. എന്റെ മോനെ നീ എവിടെ, എന്റെ മോനെ നീ എവിടെ? ആക്സിഡന്റിൽ മരിച്ച ഭർത്താവിന്റെ നൊമ്പരങ്ങൾ, അത്താണിയാകുമെന്ന് പ്രതീക്ഷ മകന്റെ വരവ്, എല്ലാം ഒരു കഥയായി തീർന്ന മാതാവിന്റെ നൊമ്പരങ്ങൾ. സഹോദരങ്ങളെ, അന്ന് യൂറോപ്പ് മുതൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, അന്ന് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ചൈനയും എല്ലാ രാജ്യങ്ങളിലെയും യൗവനം ഇന്നൊരു പാഴ്വേലയാണ്. ആരുണ്ട് ഇവരെ നന്നാക്കാൻ? ആരുണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർക്കുന്ന ശ്രദ്ധേയമായ ഇന്ന് ഹാജിമാർ മിനായിലാണ്. നിങ്ങൾ ഓർക്കണം, മിനായിൽ സ്വന്തം മകനെ, ദ്വിത്യ യൗവനമായ യുവാവിനെ, ചെറുപ്പക്കാരനെ, തന്റെ ജീവിതത്തിന്റെ കൂട്ടാളിയെ, 86ാമത്തെ വയസ്സിൽ തനിക്ക് ലഭിച്ച മകനെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുമ്പോ ഇബ്രാഹിം നബി കടന്ന് സഞ്ചരിച്ച് യാത്ര ചെയ്ത ഒരു യൗവനമുണ്ടായിരുന്നു. ഇറാഖിന്റെ 400 മൈലുകൾക്കപ്പുറം അന്നാസിറിയ പട്ടണം. അന്നാസിറിയ പട്ടണത്തിന്റെ തെക്ക് ഭാഗത്ത് 10 കിലോമീറ്റർ അകലെ ഊർ പട്ടണം. ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് ഊർ പട്ടണത്തിൽ ഇബ്രാഹിം നബിയുടെ ഭവനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇബ്രാഹിം ഫതൻ ഒരു യുവാവായിരുന്നു. 16 വയസ്സുള്ള യുവാവ്, ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു +1 വിദ്യാർത്ഥി. ഇബ്രാഹിം നബി ബാപ്പയുടെ മുമ്പിൽ തൗഹീദിന്റെ വചനാമൃതങ്ങൾ അവതരിപ്പിക്കുമ്പോ 16 വയസ്സായിരുന്നു അത്രേ ആ മകന്. +2 വിദ്യാർത്ഥികളെ ഓർക്കണേ, സിനിമ കണ്ട് സീരിയലിന്റെ മുമ്പിലിരുന്ന് മൊബൈലിൽ സെക്സ് ആസ്വദിച്ച് സകല പെൺകുട്ടികൾക്കും മിസ് കോൾ ഇട്ട് തിരിച്ചു വിളിപ്പിച്ച് പ്രേമത്തിന്റെ കഥ പറയുന്ന 16-കാരാ നിന്റെ അവസ്ഥയല്ല. തിരുവനന്തപുരത്തിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത +1 വിദ്യാർത്ഥിയുടെ വയറിൽ, ആന്തരിക അവയവങ്ങളിൽ ആൽക്കഹോളിക് കണ്ടൻസ് ഉണ്ടായിരുന്നു. 13 വയസ്സുകാരൻ മദ്യപിക്കുന്ന കാലഘട്ടം. ഇബ്രാഹിം അലൈഹിസ്സലാം 16 വയസ്സുകാരൻ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, സകലവിധ ബഹുമാനങ്ങളോടെ സ്വന്തം പിതാവിന്റെ സന്ധിനാഥനത്ത് വിഗ്രഹാരാധകനായി സ്വകരങ്ങൾ കൊണ്ട് വിഗ്രഹമുണ്ടാക്കി അള്ളാഹുവിനെ മറന്ന് സൃഷ്ടിനാഥന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നെഗറ്റീവായി പ്രതികരിച്ച വന്ധ്യവയോധികനായ ആസർ എന്ന് പറയുന്ന ക്ഷേത്രപൂജാരിയുടെ മുമ്പിൽ ഇബ്രാഹിം നബി പ്രത്യക്ഷപ്പെടുന്ന ചരിത്രത്തിലെ ധന്യമായ നിമിഷം. അന്ന് 16 വയസ്സായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. യുവാക്കളെ, ചെറുപ്പക്കാരെ, +1 വിദ്യാർത്ഥികളെ, ഡിഗ്രി വിദ്യാർത്ഥികളെ, വിവാഹത്തിന്റെ തൊട്ടു മുമ്പെത്തി നിൽക്കുന്നവരെ ഓർക്കണം, അള്ളാഹു നൽകിയ വരദാനമാണ് ഈ ജീവിതം. അവന്റെ കാരുണ്യമാണ് ഈ ജീവിതം. കോടാനുകോടി അനന്ത ജീവജാലങ്ങൾ ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ കോടാനുകോടി ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. വലക്കത് കറംനാ ബനി ആദം, വലക്കത് കറംനാ ബനി ആദം. ആദം സന്തതികൾ, അവരെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹ് ആദരിച്ചവരാ നമ്മൾ, അള്ളാഹ് ബഹുമാനിച്ചവരാ നമ്മൾ. വലക്കത് കറംനാ ബനി ആദം എന്നതല്ലാതെ വലക്കത് കറംനാ ഏതെങ്കിലും ഒരു ജന്തുവിന്റെ പേര് പറഞ്ഞ് അതിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ഇല്ല. 17-ാം അധ്യായം 70-ാമത്തെ വചനം, അവർക്ക് ജീവിക്കാൻ ഉപയുക്തമായ രൂപത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ചു. വകസീറൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. ബുദ്ധി നൽകി, ആദരിച്ചു, ബഹുമാനിച്ചു, ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടുവച്ചു, അവനെ സൃഷ്ടിച്ചുയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പരിശുദ്ധരായ മലക്കുകളോട് കൽപ്പിച്ചു. ആദരിക്കുകയായിരുന്നു പടച്ച തമ്പുരാൻ, നമ്മെ ആദരിക്കുകയായിരുന്നു ആകാശഭൂമികളുടെ തമ്പുരാൻ. 200 കോടി ബീജഗണങ്ങളിലെ തെറിച്ചു വീന്ന് അറുപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ ഒരു കണികയായി ഈ ഭൂമുഖത്തേക്ക് വന്ന നാം, അങ്ങനെയുള്ള നമ്മെ ആകാശഭൂമികളുടെ തമ്പുരാൻ, സപ്താകാശങ്ങളുടെ, സപ്തസാഗരങ്ങളുടെ, സപ്തഭൂമിയുടെ ഈ 7-14 ലോകങ്ങളുടെയും നാഥൻ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെ സംവിധാനിച്ച പടച്ച തമ്പുരാൻ പോത്തിനെ ആദരിച്ചില്ല, സിംഹത്തെ ആദരിച്ചില്ല, ആനയെ ആദരിച്ചില്ല. ഇല്ല, എന്നെയും നിങ്ങളെയും ആദരിച്ചു. ആ ആദരവ് തിരിച്ചു കൊടുക്കാൻ,
ആ ആദരവ് തിരിച്ചു കൊടുക്കാൻ, അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ. വൽ ആദിയാതി ലബ്ഹ ഫൽമുരിയാതി കദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫബസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. നോക്കണം, വല്ലാത്ത വാക്ക്, വല്ലാത്ത വാക്ക്. കുതിര അതിന്റെ യജമാനനെ ചുമന്നു രണഭൂമിയിലേക്ക്, യുദ്ധഭൂമിയിലേക്ക്. എന്നിട്ട് അതിന്റെ കാലുകൾ കല്ലിൽ തട്ടി തീപ്പൊരി പാറി. യജമാനൻ പുല്ലും വെള്ളവും നൽകിയിട്ടുള്ളൂ, അല്ലേ? യജമാനൻ എന്താ നൽകിയത്? പുല്ല്, വെള്ളം. അതിനോടുള്ള നന്ദി. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത കുതിര, ഡോക്ടർ വകുപ്പിൽ പഠിച്ചിട്ടില്ലാത്ത കുതിര, യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടില്ലാത്ത കുതിര, യൂണിവേഴ്സിറ്റികളിൽ സംസ്കാരത്തിന്റെ ബാലപാഠം പഠിച്ചിട്ടില്ലാത്ത കുതിര തന്റെ യജമാനനോട് നന്ദി കാണിക്കുകയാണ്. പക്ഷേ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. ഖുർആനിലെ 100-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഖുർആൻ പറയാൻ, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹു നിങ്ങളെ ഓർക്കും. നിങ്ങൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കരുത്, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കരുത്. 2-ാം അധ്യായം 152-ാമത്തെ വചനം. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ തീർച്ച, ഓഫ്കോഴ്സ്, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും കഠിനമായി എന്ന് ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ വചനം. ഓർക്കണം, അല്ലാഹു നമ്മെ ആദരിച്ചു, അല്ലാഹു നമ്മെ ബഹുമാനിച്ചു, നമുക്കൊരു ജീവിതം നൽകി. എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? എന്താണ് ഈ ജീവിതത്തിന്റെ പൊരുൾ? ഞാൻ ഇന്നലെ പാലക്കാട് നിന്ന് സഞ്ചരിച്ച് കോഴിക്കോട് സിറ്റിയിലേക്ക് രാത്രി 12 മണിയായി. എത്ര യുവാക്കളാണ് പീഡികത്തിണ്ണയിലിരിക്കുന്നത്. കള്ളിന്റെ കുപ്പിയുണ്ടവരുടെ കൈകളിൽ. 2 വീലർ റോഡ് സൈഡിൽ നിർത്തി ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് മദ്യം നുകരുകയാണവർ. അവർക്ക് വീടില്ലേ? ഉണ്ട്. ബാപ്പയില്ലേ? ഉണ്ട്. ജന്മം നൽകിയ ഉമ്മയില്ലേ? ഉണ്ട്. സഹോദരിമാരില്ലേ? ഉണ്ട്. ഭാര്യമാരില്ലേ? ഉണ്ട്. എന്നിട്ട് കുടിച്ച് കൂത്താടി ബോധമില്ലാതെ മതിലിലേക്ക് കയറി. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 3 ചെറുപ്പക്കാർ 2 വീലറിൽ കുതിച്ചു പോവുകയാണ്. പോലീസുകാർ കൈ കാണിച്ചു, നിർത്തിയില്ല. കടലാസ് ഉണ്ടായിരുന്നില്ല, മദ്യപാനികളായിരുന്നു. വണ്ടിയുടെ കൺട്രോൾ തെറ്റി ഒരു മതിലിൽ കൊണ്ടുപോയി ഇടിച്ച് 3 പേരും തൽക്ഷണം മരിച്ചു. മദ്യം മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തം. പ്രിയപ്പെട്ടവരെ, കണ്ണുണ്ട്, കാണേണ്ടത് കണ്ടില്ല. സ്വന്തം അമ്മയെ കള്ളുകുടിച്ചു വന്ന മകൻ ബലാത്സംഗം ചെയ്ത നാട്, അച്ഛനെ വെട്ടിക്കൊന്ന നാട്, കസേര കൊണ്ട് അച്ഛന്റെ തലക്കടിച്ച് മദ്യപാനിയായ മകൻ അച്ഛനെ കൊന്ന നാട്, അച്ഛൻ മകനെ കൊന്ന നാട്, ഭാര്യയെ ചവിട്ടി മെതിച്ച നാട്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെട്ട കേരളം. കേരളത്തിന്റെ മണ്ണിൽ ഒരു കേന്ദ്രമന്ത്രി, മലയാളിയായ ഒരു മന്ത്രി പറയുന്നു, കേരളീയന്റെ മദ്യപാനം കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, കണ്ണ് ദൈവം തന്നത് ചുമ്മാതല്ല. അല്ല ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിയെ അല്ലാഹു അലങ്കാരമുള്ളതാക്കി. ഈ ഭൂമിയെ അല്ലാഹു അലങ്കാരമുള്ളതാക്കി. അല്ലാഹു അലങ്കാരമുള്ളതാക്കി. എന്തിനാ? നിങ്ങളെ പരീക്ഷിക്കാൻ. ലിയബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. സഹോദര, ഇതാ ഇവിടെ ഈ പ്രസംഗ പോയിന്റിൽ നിങ്ങൾ ഓർക്കണം. എന്തിനാ നമ്മളെ ജീവിപ്പിച്ചത്? എന്തിനാ നമ്മളെ സൃഷ്ടിച്ചത്? എന്തിനാ നമുക്ക് ഈ അനുഗ്രഹം നൽകിയത്? നിങ്ങളെ പരീക്ഷിക്കാനാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ. തെമ്മാടിത്തം ചെയ്യാനല്ല, അക്രമം ചെയ്യാനല്ല, അരാജകത്വത്തിന് കൂട്ടുനിൽക്കാനല്ല, അധർമ്മകാരികളായി ജീവിക്കാനല്ല. ചിന്തിക്കണം. ഞാൻ ചുരുക്കി പറയുകയാണ്. ഒന്ന് ഓർത്തിട്ടുണ്ടോ യുവാക്കൾ? സ്വന്തത്തിന് എന്തെങ്കിലും ചെയ്തുവോ? പഠിച്ചുവോ? മുസ്ലിം ചെറുപ്പക്കാരെ മൊത്തത്തിൽ നിങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്ക്. മോനെ, എത്ര വരെ പഠിച്ചു? അത് ഉസ്താദെ 8ാം ക്ലാസ് വരെ. എന്തേ മോനെ? ബാപ്പ ഗൾഫിൽ പൂത്ത പണമുള്ളവനായിരുന്നു. ബാപ്പ ഗൾഫിൽ പഠിക്കുന്നത് പണത്തിനാണല്ലോ. അങ്ങനെ ഒരു മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ. മനുഷ്യനുണ്ടാക്കാനല്ലല്ലോ പഠിക്കുന്നത്. അതുകൊണ്ടാണ് പ്രോഫ്കോണിൽ വന്നിട്ട് കള്ളുകുടിയെ മാറി. ഓൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചോനാ.
ഡോക്ടർ വിഭാഗം പഠിച്ചോനാ. അപ്പൊ ഓനും മനുഷ്യനാക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല? MBBS പഠിപ്പിച്ചവർക്ക് സാധിച്ചിട്ടില്ല, എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചവർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല. എന്റെ ഒരു അഭിപ്രായം, ആധുനിക വിദ്യാലയങ്ങൾ ഇടിച്ചു നിരത്തി ചാമ്പലാക്കി കളയും. എന്നിട്ട് മനുഷ്യ മക്കളെ ഗുരുകുല വിദ്യാഭ്യാസത്തെ കൊണ്ടുപോയി ചേർത്ത് മനുഷ്യനാക്കിയതിനു ശേഷം എഞ്ചിനീയർ ആക്കുക, ഡോക്ടറാക്കുക. മനുഷ്യനാക്കാത്തതുകൊണ്ടാണല്ലോ എഞ്ചിനീയർ ആയിട്ടും കോമൺവെൽത്തിലെ പാലുണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് പൊളിഞ്ഞു ചെയ്ത്. ഓ മനുഷ്യനല്ല, ഓ നാക്കാലിയൻ. ഓൻ എഞ്ചിനീയറാണ്, പക്ഷെ നാക്കാലിയൻ. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ എന്താ, 1000 ചാക്ക് സിമെന്റ് ഉപയോഗിക്കണം എന്നതൊരറിവാണ്. ഈ പാലം പെർഫെക്റ്റ് ആകാൻ, നൂറ്റാണ്ടുകളോളം നിലനിൽക്കാൻ 1500 ചാക്ക് സിമെന്റും 50,000 കിലോ കമ്പിയും ഇന്നതൊക്കെ വേണം എന്നതൊരറിവാ. ആ അറിവുണ്ടായിട്ട് ആ അറിവ് മാറ്റിവെച്ച് 1000 ചാക്ക് സിമെന്റിന് പകരം 250 ചാക്ക് സിമെന്റ് ഉപയോഗിച്ച് 750 അണ്ണാക്ക് കുത്തി. അതിന് നല്ല ഭാഷ ഒന്നും ഓനെ പറ്റി പറയാൻ പാടില്ല. ആ അണ്ണാക്ക് കുത്തി. മനസ്സിലായില്ലേ? നാണം കെട്ടില്ലേ? പ്രധാനമന്ത്രി പദം മുതൽ ഇങ്ങോട്ടുള്ളവർ നാണം കെട്ടില്ലേ? കേന്ദ്രത്തിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെട്ടില്ലേ? എന്തുകൊണ്ട്? വിജ്ഞാനം, ഭൗതിക വിജ്ഞാനം മനുഷ്യനെ മനുഷ്യനാക്കിയില്ല എന്നുള്ളത് കൊണ്ട്. ആലോചിക്കണം. എന്റെ വാക്കുകൾക്ക് മൂർച്ച പൊതുവെ എന്നും കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അത് കൂടാനുള്ള സാധ്യതയെ ഞാൻ കാണുള്ളൂ മൊത്തത്തിൽ പരിശോധിച്ചിട്ട്. കാരണം മോന്തായ എങ്ങനെ വളഞ്ഞിരിക്കുക, അതിനെ നന്നാക്കാൻ ഒരു മസിൽ പിടുത്ത ആവശ്യ. സത്യം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ. ഇവിടെ ഒരൊറ്റ കുട്ടിക്കും ഈ സാധാരണഗതിയിൽ പനി പിടിച്ചാല് അതിന് പാരസെറ്റമോൾ കൊടുക്കും, ഡോളോ കൊടുക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ രോഗികളൊക്കെ ബൈപ്പാസ് സർജറി മിനിമം നടത്തിയാലേ നന്നാവും. ആന്തരിക അവയവം മൊത്തം കേട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കയറണം മാവിക്കുഴി വരെ, എന്നാലേ നന്നാവും. ചെറിയ സോപ്പിങ്ങിലൂടെ ഒന്നും ഈ സമുദായം നന്നാവും നിങ്ങൾ വിചാരിക്കേണ്ട. സോപ്പിട്ടോൽക്ക് ആർക്ക് കേട്ട് ലോകത്തെ നന്നാക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലായിക്കോളേ. പല ആളുകളും തീവ്രമായി പറയുന്നവരോടൊരു ഇഷ്ടക്കുറവ്. ഞാൻ ഒന്ന് പറയാം നിങ്ങളോട്, നിങ്ങൾ പഠിക്കണം വിവരമുണ്ടെങ്കിൽ. തീവ്രമായി എവിടെ പ്രസംഗിച്ചോ അവർക്കേ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവർക്ക് അസ്സലാമു അലൈക്കും, നല്ല പ്രസംഗമായിരുന്നു കേട്ടോ, ഉഷാറായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും തടിക്ക് പറ്റിയിട്ടില്ല, അൽഹംദുലില്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ കള്ളുടിയൻ ഉണ്ടായിരുന്നു, അത് പറഞ്ഞില്ല. പെണ്ണിടിയൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോപ്പിട്ട് നിങ്ങൾ തന്നെ അടുത്ത ആഴ്ച വിളിക്കൂട്ടോ. ഓന് സമൂഹത്തെ നന്നാക്കാൻ കഴിയില്ല, ഓനെ പോലും നന്നാക്കാൻ കഴിയില്ല ഓനെ, പിന്നല്ലേ ബാക്കിയുള്ളവരെ നന്നാക്കണേ. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരന്മാരോട് ഞാൻ പ്രസംഗിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ പ്രസംഗമല്ല പ്രധാനം, പ്രവർത്തനമാണ് പ്രധാനം. എനിക്ക് പ്രവർത്തിക്കാൻ കഴിയണം. എന്റെ വീട് ഇസ്ലാമികമാക്കാൻ എനിക്ക് കഴിയണം. എന്റെ ഭാര്യയെ ഇസ്ലാമീകരിക്കാൻ എനിക്ക് സാധിക്കണം. മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ കഴിവ് ഉപയോഗിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോണം. ഇന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് ഒരു അഴിച്ചുപണി ജീവിതത്തിൽ എല്ലാ രംഗത്തും ആവശ്യപ്പെടുന്നുണ്ട് ഈ സമൂഹം വേദനിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വിഷയത്തെ ഒന്നുകൂടെ ക്രോഡീകരിക്കാം. 18-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയാണെന്ത്? ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ജീവിതം അത് എന്തിനാ? നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ. ഈ ഭൂമി അലങ്കാരം എടുത്തിരിക്കുന്നത്, ഇത് സൗന്ദര്യം ഹരിതാപമായ അലങ്കാരമുള്ള പൂങ്കാവനമുള്ള കാടുകളുള്ള കാട്ടാറുകളുള്ള അരുവികളുള്ള ഈ ഭൂമി ഉണ്ടല്ലോ, ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്കൊരു മടക്കമുണ്ട്. അംഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുന്നതാണ് എന്ന് പടച്ച തമ്പുരാൻ ഖുർആനിലെ 23-ാം അധ്യായം 115-ാമത്തെ വചനത്തിൽ പറയുകയാണ്. അല്ലാഹു പറയുന്നു, അംഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ
അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മാ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിങ്ങളുടെ വിരൽക്കൊടികൾ പോലും വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നുരുമ്പിയ എല്ലുകളായതിനു ശേഷം മുഹമ്മദേ നിന്റെ റബ്ബ് ഞങ്ങളെ ജീവിപ്പിക്കുകയോ? മുഹമ്മദേ ഈ നുരുമ്പിയ എല്ലുകൾ, ആ എല്ലുകളെ വീണ്ടും ജീവിപ്പിക്കുകയോ മുഹമ്മദേ? ആ ചോദ്യത്തിന്റെ മറുപടി നിങ്ങളുടെ വിരൽക്കൊടികൾ പോലും വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ. എല്ലാ മനുഷ്യരുടെയും വിരൽത്തുമ്പുകൾ വ്യത്യസ്തം. അതാണ് ഫിംഗർ പ്രിന്റ്. ലോകത്തെ ഏതൊരു കുറ്റവാളിയെയും നിർണയിക്കാനുള്ള സോളിഡ് എവിഡൻസ് അത് അവന്റെ വിരലടയാളമാണ്. ഒരാൾക്കും ഒരാളെ പോലെ വിരലടയാളമില്ല. സൂറത്ത് ഖിയാമ 75 1 മുതൽ 4 വരെയുള്ള വചനം. അതുകൊണ്ട് പടച്ചവനിലേക്കുള്ള മടക്കം വല്ലാത്ത ഒരു മടക്കമായിരിക്കും. യൗവനം പായായിപ്പോയി, മദ്യപാനിയായി, മയക്കുമരുന്നിനടിമപ്പെട്ട്, സ്ത്രീധനം വാങ്ങി, ഹറാമുകളിൽ കച്ചവടം ചെയ്ത്, ആളുകളുടെ വെട്ടിപ്പിടിച്ച്, റിയൽ എസ്റ്റേറ്റിലൂടെ കോടികൾ സമ്പാദിച്ച്, പെണ്ണും കള്ളുമായി ജീവിച്ച്, ഒരു ആക്സിഡന്റിൽ മരിച്ച്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ എല്ലാം കീറിമുറിച്ച് ഭദ്രമായി പാക്ക് ചെയ്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ കരയുകയാണ്. ആ ആത്മാവ് കരയുകയാണ്, ആ ആത്മാവ് വേദനിക്കുകയാണ്. കദ്ദിമൂനി കദ്ദിമൂനി എന്ന്. അതുപോലെ തന്നെ എന്നെ നിങ്ങൾ പിന്തിക്കൂ, എന്നെ നിങ്ങൾ കൊണ്ടുപോകൂ, രണ്ടു നിലക്കും പറയുന്ന ആത്മാക്കൾ അവര് വേദനിക്കുന്നുണ്ട്. ആ വേദന ഒരാൾക്കും തിരിച്ചറിയാനാവില്ല. ആ കരച്ചിലെങ്ങാൻ നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ജിന്നുകൾക്കും മനുഷ്യർക്കും അത് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ ബോധം കെട്ടു പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ. ജന്തുക്കൾക്ക് ഇത് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യരെ, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സഹതു വൽ ഫറാഉ. രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചിതരാൻ. ഒന്ന് ഒഴിവ് സമയം, മറ്റൊന്ന് യൗവനം, ആരോഗ്യം. ഈ ആരോഗ്യം തുലച്ചു കളഞ്ഞല്ലോ, ഈ ആരോഗ്യം നശിപ്പിച്ചല്ലോ. അവിടെയാണ് നിന്റെ ആരോഗ്യം എന്തിനു വേണ്ടി? റബ്ബേ ഞാൻ നിന്റെ ദീനിന് വേണ്ടി, റബ്ബേ ആഖിറത്തിന് വേണ്ടി, റബ്ബേ കുടുംബത്തിന് വേണ്ടി, റബ്ബേ നാടിന് വേണ്ടി, റബ്ബേ രാഷ്ട്രത്തിന് വേണ്ടി ചെലവഴിച്ച യൗവനമാണ്. ധാർമ്മികതയിൽ ഊട്ടപ്പെട്ട യൗവനമാണ്, സത്യത്തിന് വേണ്ടി ഊട്ടപ്പെട്ട യൗവനമാണ്. അത് പറയാൻ ഇന്നത്തെ യുവതലമുറക്ക് സാധിക്കുമോ? യുവതികൾക്ക് സാധിക്കുമോ? അത് സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നഷ്ടമാണ്, കഷ്ടമാണ്, രക്ഷയില്ല. അവിടെ വരും വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. പടച്ചോന്റെ മുമ്പിൽ ഒറ്റക്ക് ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ ഡ്രസ്സില്ലാതെ, ഡ്രസ്സില്ലാതെ, ചേലാകർമ്മം ചെയ്യാതെ, ചെരുപ്പ് ധരിക്കാതെ ആ റബ്ബിന്റെ മുമ്പിൽ വരും. 6-ാം അധ്യായം 94-ാമത്തെ വചനം. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു അക്ബർ. അതുകൊണ്ട് യുവാക്കളോട്, മോനെ എന്താ പണി? ഒന്നുമില്ല. എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല. വീട്ടിൽ ആരാ ഉള്ളത്? ഉമ്മയുണ്ട്, 3 സഹോദരിമാരുണ്ട്, ബാപ്പ സുഖമില്ലാതെ കിടക്കുക. മോനെ ചെലവൊക്കെ എങ്ങനെ? അത് മോനെ നീ എന്താ പണിക്ക് പോകാത്തത്? ഒന്നുമില്ല. നീ ഇപ്പൊ എന്താ ചെയ്യണത്? രാവിലെ ഒരു പാന്റ് കുപ്പായം ഇടും, ഒരു മൊബൈലും എടുക്കും, എന്നിട്ട് റോട്ടിൽ വരും, എന്നിട്ട് വായി നോക്കി നിൽക്കും. എന്നിട്ടോ വൈകുന്നേരം കൂട്ടുകാർ വരും, എന്നിട്ട് ഓല കൂടെ കള്ളുഷാപ്പ് പോകും, എന്നിട്ടോ അത് വാങ്ങും, വാങ്ങിയിട്ടോ അവിടെ വെച്ച് തന്നെ എല്ലാരും കാണാൻ കുടിക്കും. എന്നിട്ട് രാത്രി 4 കാലില് വീട്ടിൽ വരും. എന്നിട്ടോ ഉമ്മ എന്തെങ്കിലും വിളമ്പി വെച്ചിട്ടുണ്ടെ തിന്നാൻ കിട്ടിയൊക്കെ തിന്നും, ഇല്ലെങ്കിലോ കള്ളുഷാപ്പിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തിന്ന് തിരിച്ചു പോരും. അല്ലേ? ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ പരിച്ഛേദനമാണ്, ചിത്രമാണ്. നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയോ? 84 മസ്ജിദുള്ള സ്ഥല പൊന്നാനി. 84 മസ്ജിദ്, 77 ലക്ഷം റുപ്യക്കാ കുടിക്കുന്നത് കള്ള്. ആര്? അവിടുത്തെ മുസ്ലിം. 84 പള്ളി, 4 പള്ളി മാതൃഭാഷയില് ഖുത്ബ നടത്തുന്ന സ്ഥലം അല്ലേ?
ബാക്കി മുഴുവൻ അറബിയില്. അതുകൊണ്ടാ സമൂഹം നന്നാത്തത്. മുസ്ലിയാക്കന്മാരാണ് മുസ്ലിം സമുദായത്തിലെ യുവനത്തെ കേടുവരുത്തിയത്. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇബിലീസിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഇബിലീസിന് വേണ്ടി പണിയെടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ ജനങ്ങളെ? ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അനുഗ്രഹമാണ് യുവത്വന്ന് യുവാക്കൾക്ക് തിരിച്ചറിയപ്പോഴാ ശ്രീകുമാർ കേട്ടിട്ടുണ്ടാവും. ഒരു എഴുത്തുകാരനാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ആത്മഹത്യകളുടെ വേരുകൾ തേടി എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതി. ആ ലേഖനത്തില് മുസ്ലിങ്ങളിൽ ആത്മഹത്യ പൊതുവെ കുറവാണ്. അതിന് കാരണം മാതൃഭാഷയിൽ അവർ ഖുത്ബ കേൾക്കുന്നു എന്നുള്ളതാണ് എന്ന് ശ്രീകുമാർ പറയും. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ശ്രദ്ധിക്കണം. യുവാക്കൾ ശ്രദ്ധിക്കണം, യുവാക്കൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശ്രദ്ധയാണ് എനിക്ക് ആവശ്യം. നല്ല തന്റേടമുള്ള, ധാർമ്മികതയുള്ള, തൗഹീദുള്ള, അള്ളാനെ പഠിക്കുന്ന 100 യുവാക്കളെ സാധിക്കുമോ? 100 എണ്ണം പോയിട്ട് 10 എണ്ണത്തിന് കിട്ടുമോ? കള്ളുടിക്കുണ്ടാവില്ല, പക്ഷെ തന്റേടല്ല, ധൈര്യമല്ല. തൗഹീദ് ഉണ്ടാവും, പക്ഷെ ധൈര്യമല്ല. ഇച്ഛാശക്തിയില്ല, പോരാ. ഇച്ഛാശക്തിയുള്ള, തന്റേടമുള്ള, ലോകത്തിന്റെ സ്പന്ദനമറിയുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ഭാര്യയെ അംഗീകരിക്കുന്ന നല്ല തലമുറയിലെ യുവാക്കൾ 100 എണ്ണം ഉണ്ടോ? ലോകം നന്നാക്കാം. 10 യുവാക്കളെ തരൂ, ലോകം നന്നാക്കാം. 100 യുവാക്കളെ തരൂ, ലോകം നന്നാക്കാം. അത്തരമൊരു യുവത്വം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. 2 അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചിതരാൻ. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയം. ഈ സമുദായത്തിൽ യുവാക്കളോട് നിങ്ങൾ ചോദിക്കും, മോനെ നീ എന്ത് ചെയ്തു? നിനക്ക് വേണ്ടി പഠിച്ചോ? നല്ലൊരു സർട്ടിഫിക്കറ്റ് നേടിയോ? നല്ലൊരു ജോലി നേടിയോ? ഓർക്കണേ, ഞാനൊക്കെ പലപ്പോഴും ഓർക്കാറുള്ളത്, എന്റെ ഓർമ്മ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട എന്റെ പിതാവ് എന്നെ തൊട്ടിലിട്ട്, എനിക്ക് 1.5 വയസ്സുള്ള കാലത്ത് ഞാൻ ഓർക്കുന്നു. ഇന്നും എന്റെ ആ ഒരു ഓർമ്മകൾ ഇന്നും മങ്ങാതെ കിടക്കുകയാണ്. തൊട്ടിലിൽ ഒരു കയറ് കെട്ടും എന്റെ വാപ്പ. തൊട്ടിലിൽ ഒരു കയറ് കെട്ടിയിട്ട് കട്ടിലിലേക്ക് ആ കയറിങ്ങനെ തൂക്കി, എന്നിട്ട് ആ കട്ടിലിൽ കിടന്നിങ്ങനെ ആട്ടി ഉറക്കും. ഉറങ്ങാത്ത രാത്രികൾ. മാതാവിന്റെ ഉമ്മ കുഞ്ഞിന്റെ ചെറിയൊരു കരച്ചിൽ, ചെറിയൊരു മൂളക്കം കേട്ടാൽ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന ഉമ്മ ഇങ്ങോട്ട് ചെരിയുകയാണ്. മോനെ മോളെ എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ്. തൊട്ടിലേക്ക് കൈയിട്ട് വാരിയെടുക്കുകയാണ്. കൂട്ടിച്ചേർത്ത് ഉമ്മാന്റെ ചക്കരേ എന്ന് പറഞ്ഞ് വാരിയെടുക്കുകയാണ്. അങ്ങനെ വളർത്തിയ മക്കൾ, ആ ഉമ്മാനെ ധിക്കരിച്ചിറങ്ങിപ്പോയ മക്കൾ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വളർത്തിയ എന്റെ പൊന്നുമോൾ അന്യന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ കല്യാണപ്പന്തലൊരുക്കി കാത്തിരുന്ന ഉമ്മാനെ സങ്കടപ്പെടുത്തി തലേ ദിവസം ഏതോ ഒരു ചെറുമന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ വേദനിച്ചിട്ടുണ്ട് ആ മാതാവിന്റെ മനസ്സ്, സങ്കടപ്പെട്ടിട്ടുണ്ട് ആ മാതാവിന്റെ മനസ്സ്. ഉമ്മയെ കുറിച്ച് ഓർക്കാൻ, ബാപ്പയെ കുറിച്ച് ഓർക്കാൻ. എന്റെ വാപ്പ എന്നെ വളർത്തി, കഷ്ടപ്പെട്ടു, പാറക്കോറിയിൽ അധ്വാനിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞൊരു കഥ മറന്നിട്ടില്ല ഞാൻ. എന്റെ വാപ്പ 28 കൊല്ലം ഖത്തറിലായി. ഒരു 4 മണി, രാവിലെ 4 മണിയാവുമ്പോ ബാപ്പാനെ ബെഡ് കാണൂലത്രേ. എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞ കഥയാണ്. അങ്ങനെ ജ്യേഷ്ഠൻ എഴുന്നേറ്റ് ഗേറ്റ് കടന്ന് പുറത്തു നോക്കുമ്പോ എന്റെ ബാപ്പ ആരാന്റെ കാറ് കഴുകുന്ന രംഗമാണത്രേ എന്റെ ജ്യേഷ്ഠൻ കാണുന്നത്. ആ ബാപ്പാനെ എനിക്ക് മറക്കാൻ കഴിയും? ആ ബാപ്പാനെ കണ്ണീര് കുടിപ്പിക്കാൻ എനിക്ക് കഴിയോ? മരുഭൂമിയിൽ ആരോരുമില്ലാതെ, മക്കളില്ലാതെ, കുടുംബങ്ങളില്ലാതെ, ഭാര്യയില്ലാതെ 4 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതിന്റെ സുബഹിയുടെ മുമ്പ് ആരാന്റെ കാറ് കഴുകുന്ന 1000 പിതാക്കന്മാരുണ്ട് അറബ് രാജ്യങ്ങളിൽ. ഭാര്യയ്ക്ക് നല്ല സാരി വാങ്ങിക്കൊടുത്ത ഭർത്താക്കന്മാർ, നല്ല ഡ്രസ് വാങ്ങിക്കൊടുത്തവർ, സുഖപൂർവമായി നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോഴും ഉണക്ക റൊട്ടി നിന്ന് ജീവിച്ച നിങ്ങളുടെ ഭർത്താക്കന്മാർ, അവരെ വഞ്ചിക്കരുത്. ഭർത്താവിനെ വഞ്ചിക്കാത്ത, ചതിക്കാത്ത. ഓർക്കണം, എന്റെ ഒരു അഭിപ്രായം, ഭർത്താവിന്റെ ജീവിതം, ഗൾഫിലെ ജീവിതം ഒരു ക്യാമറയിൽ പകർത്തി ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത്, തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത്, പകല് പോലും ചുട്ടു നടക്കുന്ന, സുബൈക്ക് പോലും ചുട്ടു നടക്കുന്ന
58 ഡിഗ്രി ചൂടിലെ വെള്ളത്തിൽ കുടിക്കുന്നത്, മരുഭൂമിയിലൂടെ നടന്നു പോകുന്നത്, ടെറസിന്റെ മുകളിൽ കയറി പണിയെടുത്തത്, കരിങ്കല്ല് ചുമന്നത്, ഓർക്കണം അറബിയുടെ ഒച്ചിലും മാട്ടും തുപ്പും കേട്ടത്. എന്നിട്ട് നിനക്ക് മാസാമാസം അയച്ചു തരുന്ന ഡ്രാഫ്റ്റില് 1000 രൂപ കുറഞ്ഞതിന്റെ പേരിൽ നീ നിന്റെ ഭർത്താവിനെ ശാസിച്ചത്. ജീവിതം തമാശയല്ല, ജീവിതം ആടിപ്പാടി തീർക്കാനുള്ളതല്ല. ഗൗരവമായി ചിന്തിക്കാൻ, ഗൗരവമായി ആലോചിക്കാൻ, നന്ദി കാണിക്കാൻ, സൃഷ്ടിച്ച പടച്ചതമ്പുരാനോട് സിട്ടാവിന്റെ മുമ്പിൽ ഒരിക്കലും തോൽക്കാതിരിക്കാൻ, സിട്ടികളുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ, അംഗീകരിക്കാൻ, ഭർത്താവിനെ ആദരപൂർവ്വം ഓർക്കാൻ, പൂവിട്ട് പൂജിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ അത് ചെയ്യാൻ, ലോകത്താരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിലാകുമായിരുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കൊണ്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ മടുത്തു, ഡൈവേഴ്സ്. 2 മാസം കൊണ്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ മടുത്തു. എന്താ? നിന്റെ കൺസെപ്റ്റ് ഇതൊന്നും ആയിരുന്നില്ല, നിന്റെ കൺസെപ്റ്റ് ഇതൊന്നും ആയിരുന്നില്ല. ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു കിഴങ്ങൻ, അത്ര നീ കരുതിയുള്ളൂ. സകലവിധ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന, സിനിമക്ക് പോകുന്ന, സംഗീതം ആസ്വദിക്കുന്ന, ഹറാമ് ചെയ്യിക്കുന്ന, ഭാര്യയെ കൊണ്ട് അർത്ഥവത്തയായി നൃത്തം ചെയ്യിപ്പിക്കുന്ന ഒരുത്തനെ നീ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നിനക്ക് നിസ്കരിച്ച നിന്റെ ഭർത്താവിനെ മടുത്തു, ദീനനുസരിച്ച് ജീവിച്ച നിന്റെ ഭർത്താവിനെ നിനക്ക് മടുത്തു, സുബൈക്ക് വിളിച്ചോളത്തിൽ നിന്ന് നിസ്കരിപ്പിക്കാൻ പ്രേരിപ്പിച്ച നിന്റെ ഭർത്താവിനെ നിനക്ക് മടുത്തു. അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ സംജാതമായി. ഓർക്കണം, ഓർക്കണം പ്രിയപ്പെട്ടവരെ, ജീവിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. പിന്നെ യുവാക്കളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം 16 വയസ്സുകാരൻ, ഞാൻ പറഞ്ഞു, ബാപ്പാന്റെ സന്നിധാനത്ത് വന്നു, ബാപ്പാന്റെ സന്നിധാനത്ത് വന്നു. യാ അബത്തി, എന്റെ പ്രിയ പിതാവേ. നോക്കണം, 16 വയസ്സുള്ളൊരു മകൻ. അബൂ ഹുറൈറയിലുണ്ട് ഈ മാതൃക. 16 വയസ്സുകാരൻ. യാ അബത്തി, എന്റെ പ്രിയ പിതാവേ. സ്നേഹമായിരുന്നു, ആദരവായിരുന്നു, ബഹുമാനമായിരുന്നു, അങ്ങേയറ്റത്തെ കരുണയായിരുന്നു. യാ അബത്തി, എന്റെ പ്രിയ പിതാവേ. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഓർക്കണേ, ഓർക്കണേ, ചിന്തിക്കണേ. ഞാൻ ഈ പറയുന്ന പോയിന്റ് അടിവരയിടണേ. 16-ാമത്തെ വയസ്സിൽ യാ അബത്തി, എന്റെ പ്രിയ പിതാവേ, കല്ലിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? പ്രയോജനം ചെയ്യാത്ത, കാണാത്ത, നടക്കാത്ത, ഇരിക്കാത്ത, എവിടെ കിടത്തിട്ടാലും അങ്ങനെ കിടക്കുന്ന ആ പ്രതിമയെ മലർത്തിയിട്ടാൽ മലർന്ന്, കമഴ്ത്തിയിട്ടാൽ കമഴ്ന്ന്, ചരിച്ചു വെച്ചാൽ ചരിച്ച്, ഓവുചാലിലേക്കിട്ടാൽ ഓവുചാലിൽ, ചാണകക്കുണ്ടിലിട്ടാൽ ചാണകക്കുണ്ടിൽ, പട്ടുമെത്തയിലേക്കിട്ടാൽ പട്ടുമെത്തയിൽ, അങ്ങനെ ചലിക്കാത്ത, അനങ്ങാത്ത, യാതൊന്നും ചെയ്യാത്ത ഈ കല്ലിനെയാണോ പിതാവേ അങ്ങ് ആരാധിക്കുന്നത്? യാ അബത്തി, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിനി. എന്റെ ബാപ്പ, നിങ്ങൾക്ക് കിട്ടാത്ത ഒരു നോളജ്, നിങ്ങൾക്ക് കിട്ടാത്ത ഒരു അറിവ് എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. സമാധാനപൂർണമായ ഒരു അറിവ്, ശാന്തിപൂർണമായ ഒരു അറിവ്. ആ അറിവെന്താണ്? പിശാച് നിങ്ങളെ വഴിതെറ്റിച്ചു കളയും, പിശാച് നിങ്ങളെ വഴിതെറ്റിച്ചു കളയും. അങ്ങനെ അല്ലേ? ആലോചിച്ചു നോക്കിയേ, ആലോചിച്ചു നോക്കിയേ. അങ്ങനെയുള്ള ഈ കല്ലിനെയാണോ പിതാവേ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ വയല് ഇബ്രാഹിം നബി പറയുന്നത് അഫ്ളൽ ഉലമ പാസായി മദനിയും സലഫിയും സഖാഫിയുമായതിനു ശേഷമല്ല, അല്ല, അല്ല, വെറും 16 വയസ്സിൽ. ബാബ പറഞ്ഞു, ഇബ്രാഹിം, ഓ ഇബ്രാഹിം, ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ നീ എതിർക്കണോ? 16-കാരനോട് ബാപ്പാന്റെ ആക്രോശം. നിന്നെ കല്ലെറിഞ്ഞ് ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കല്ലെറിയും. കള്ളു കുടിച്ചതിന്റെ പേരിലല്ല കല്ലേറ്, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല കല്ലേറ്, ബാപ്പാന്റെ 10 സെന്റ് ഭൂമി വിറ്റ് സമ്പാദിച്ച് കട്ടുമുടിച്ചതിന്റെ പേരിലല്ല കല്ലേറ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനെ ആരാധിക്കണമെന്ന യാഥാർത്ഥ്യം ലോകത്തോട്, പിതാവിനോട് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, റെസ്പെക്ട് ഒട്ടും കുറയാതെ അവതരിപ്പിച്ചതിന്റെ പേരിലാണ് നിന്നെ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞത്. ഇത് കഥയല്ല, കവിതയല്ല, അയ്യപ്പ പണിക്കരുടെ ഭാവനകളല്ല, ONV കുറുപ്പിന്റെ കാൽപ്പനികതയല്ല. അള്ളാഹു അവതരിപ്പിച്ച നിത്യവസന്തമായ സത്യം. ബാപ്പ കല്ലെറിയും എന്ന് പറഞ്ഞു. ആഹാ, കല്ലെറിയും ബാപ്പ പറഞ്ഞു.
അപ്പോഴും മകൻ എന്താ പറയുന്നത്? സലാമൻ അലൈക്കും, എന്റെ പൊന്നുമാപ്പ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാട് വിടുകയാണ്. നോക്കണേ, 16 വയസ്സിൽ ഉമ്മാന്റെ കണ്ണീർ ഉടുപ്പിച്ച് അന്യസ്ത്രീയുടെ കൂടെ നാട് വിട്ടതല്ല, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് മാഫിയാ സംഘങ്ങളുടെ മെമ്പറായി നാട് വിട്ടതല്ല, ബാപ്പയോട് മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ പിണങ്ങിപ്പോയതല്ല, തൗഹീദ് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ബാപ്പയുമായി തമ്മിലടി ഉണ്ടാക്കണ്ടെന്ന് കരുതി നാട് വിട്ടുപോയ 16-കാരൻ. ഓർക്കണം, എബ്രോൺ നഗരം ഇസ്രായേൽ ജൂതപടയുടെ കൈകളിൽ ഇബ്രാഹിം നബിയുടെ താമസസ്ഥലവും ഇബ്രാഹിം നബിയുടെ മസ്ജിദ് ഒതുങ്ങിക്കിടക്കുന്ന എബ്രോൺ നഗരം, ഫലസ്തീനിലെ എബ്രോൺ നഗരം, മുസ്ലിങ്ങൾക്ക് അവകാശമുള്ള എബ്രോൺ നഗരം, ജൂതന്മാർ കൈയടക്കി വെച്ച എബ്രോൺ നഗരം, ആ എബ്രോൺ നഗരത്തിലാണ് ഇബ്രാഹിം നബിയുടെ ശരീരത്തെ കൊണ്ടുപോയി കബറടക്കിയത്. ഊർപട്ടണത്തിൽ നിന്ന് നാടുവിടുകയായിരുന്നു 16-കാരൻ. തൗഹീദിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി നാടുവിടുകയായിരുന്നു 16-കാരൻ. എന്നിട്ട് ഫലസ്തീനിൽ വന്നു, ഇറാഖിൽ നിന്ന് ഫലസ്തീനിൽ വന്നു, ഈജിപ്തിൽ ചെന്നു, മക്കയിൽ വന്നു, നടക്കുകയായിരുന്നു. കുതിരസവാരിയില്ല, സൈക്കിളില്ല, കോൺകോർഡ് വിമാനങ്ങളില്ല, ഇലക്ട്രിക് ട്രെയിനുകളില്ല. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ ചോരപ്പാട് മാറാത്ത 16-കാരൻ, യൗവനത്തിന്റെ പൂർണ്ണതയെ പ്രാപിക്കാത്ത, ബാല്യപ്പെട്ടിട്ടില്ലാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം ആ പ്രദേശങ്ങളിലെ വിഗ്രഹാരാധനക്കെതിരെ ശക്തമായി ശബ്ദിച്ച് അവരെ ബോധതലത്തെ ഉദ്ദീപിപ്പിച്ച് അവരെ ആ സമൂഹം പറഞ്ഞിരുന്ന ഒരു യുവാവ്, ഇബ്രാഹിം എന്ന യുവാവ്, അന്ധവിശ്വാസത്തെ എതിർത്ത യുവാവ്, അന്ധവിശ്വാസത്തോട് രാജിയാകുന്നവനില്ല, ഖുറാഫാത്തുകളോട് രാജിയാകുന്നവനല്ല, ISM-കാരൻ, NSM-കാരൻ. ഓർക്കണം, മറിച്ച് അന്ധവിശ്വാസങ്ങളോട്, അനാചാരങ്ങളോട്, നാട്ടിലെ കൊള്ളരുതായ്മകളോട് ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുന്ന യൗവനം, തീജ്വാലയായ യൗവനം, ചരിത്രം സൃഷ്ടിച്ച യൗവനം. ചരിത്രം മനുഷ്യനെ സൃഷ്ടിക്കുന്നില്ല, മനുഷ്യനാണ് ചരിത്രത്തെ സൃഷ്ടിക്കുന്നത്, യൗവനമാണ് ചരിത്രത്തെ സൃഷ്ടിക്കുന്നത് എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? ആലോചിച്ചു നോക്കിയേ നിങ്ങൾ, ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ, വളരെ ഗൗരവമായി ആലോചിച്ചേ. ഈ യൗവനം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹ് പറഞ്ഞ എന്താ? പൂർണ്ണമായി എന്റെ ഖലീലാണ്, ഒരു ഉമ്മത്താണ്. അതും കൂടി മനസ്സിലാക്കണം. ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു യുവാവ്, ഒരു സമൂഹം ഒന്നിച്ചു ചേർന്ന് ചെയ്യേണ്ടത് ഒറ്റക്ക് ചെയ്തു. ഇന്നോ യുവാക്കളുണ്ടോ? നോട്ടീസ് ഒട്ടിക്കാൻ വിളിച്ച യുവാക്കളുണ്ടോ? പോസ്റ്റ്മ കയറിയ യുവാക്കളുണ്ടോ? അറിഞ്ഞുകൂടാ. ഒരു മാവിന്റെ കൊമ്പിൽ കയറാൻ പോലും അറിഞ്ഞുകൂടാ. പക്ഷേ BMW കാറ് ഓടിക്കാൻ അറിയാം അല്ലേ? തെങ്ങ് കയറാൻ അറിയോ? മരത്തിൽ കയറി ബാനർ വലിച്ചിട്ടാൻ അറിയോ? ഇല്ല. നല്ല കാര്യം അറിയോ? ഇല്ല. ഉമ്മാക്ക് വേണ്ടി ഉറപ്പ് ചെയ്യാൻ സമയമുണ്ടോ? ഇല്ല. പൈസ ഉണ്ട്, സമയമുണ്ടോ? ഇല്ല. എന്തേ? തിരക്കാണ്, അത്ര വലിയ തിരക്കാണ് അല്ലേ? ആലോചിക്കണം, ശരിക്ക് ചിന്തിക്കണം സഹോദരങ്ങളെ. അപ്പൊ ഇബ്രാഹിം നബിയിൽ നമുക്ക് മാതൃകയിൽ ഇബ്രാഹിം നബിയുടെ യൗവനം. ഇബ്രാഹിം നബിയെ പറ്റി ഖുർആൻ പറയുന്നത് എന്താ? വഇദ് ബതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിമിനെ ഞാൻ ചില കലിമത്തുകളെ കൊണ്ട് പരീക്ഷിച്ചു. എല്ലാറ്റിലും എല്ലാ കാര്യത്തിലും A to Z. അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇനിയോ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇബ്രാഹിം നബിക്ക് ഒരു മകനുണ്ടായി, ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും തമ്മിലുള്ള ബന്ധം പോലെ ബന്ധമുള്ള എത്ര ബാപ്പയും മകനും ഉണ്ട് ഈ സദസ്സിൽ? ബാപ്പ വിളിച്ചു, മകൻ വന്നില്ല, മകൻ വിളിച്ചു, ബാപ്പ വന്നില്ല. ഈ സദസ്സിൽ പലർക്കും അനുഭവം ഉണ്ടാവും അല്ലേ? ബാപ്പാനോട് മകൻ പറഞ്ഞു, ബാപ്പ അന്നൊരു ക്ലാസ് ഉണ്ട്, പോകാം, വയ്യടാ പറഞ്ഞു. ഇബ്രാഹിം നബി അതല്ല. മോനെ ഇസ്മായിൽ, അള്ളാഹു എനിക്ക് സ്വപ്നം കാണിച്ചു നിന്നെ അറക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി നീ എന്തു പറയുന്നു? നമ്മുടെ കാലത്താണെങ്കിലോ, ഇന്നത്തെ കാലത്താണെങ്കിലോ, ലാൽ സലാം പിതാവേ, ഇനി നമ്മൾ കാണുകയില്ല അല്ലേ? മോനെ ഒരു 10 നോട്ടീസ് ഒട്ടിക്കാൻ പോണോ? ഇല്ല. ഇവിടെ എന്താ പറയുന്നത്? ഇന്ന് ഹാജിമാർ മിനയിലാണ്. എന്താ മിന?
ഇസ്മായിൽ നബിയെ മലർത്തിക്കിടത്തി കത്തിവെച്ച ഇബ്രാഹിമിന്റെ ചരിത്രമോർക്കുന്ന അലൈഹിസ്സലാമിന്റെ ചരിത്രമോർക്കുന്ന ധന്യമുഹൂർത്തം. മിനാ ടെന്റിൽ മുസ്ലിയാക്കന്മാർ പുകവലിക്കും. കൗതുകത്തോടെ കാണേണ്ട കാഴ്ച. തെറ്റിപ്പോയി, ചൂടാകേണ്ടി വന്നു, ചീത്ത പറയേണ്ടി വന്നു. മിനാ ടെന്റിൽ പുകവലിക്കുക. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വന്ന് ഹജ്ജിൽ പുകവലിക്കുക. ഒരു ഇബാദത്തിനിടയിൽ പുകവലിക്കുക. മുസ്ലിയാക്കന്മാർ, സക്കാഫിമാർ, ഫൈസിമാർ, അവർ നയിക്കുന്ന സമൂഹം ഒരിക്കലും നന്നാവില്ല. ഒരിക്കലും. ഈ സമുദായത്തോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മുസ്ലിയാക്കന്മാരിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒന്നതാണ്. ഈ സമുദായം നന്നാകാത്തതിന്റെ കാരണവും അതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ യുവാക്കളെ എടുത്ത് പരിശോധിക്ക്. വേണ്ട, ഇന്ന് 14-ാം തീയതിയാണല്ലോ. ഇന്നത്തെ പത്രം നിങ്ങൾ പരിശോധിക്ക്. എന്നിട്ട് അടുത്ത 14 വരെ പത്രങ്ങൾ എടുത്തിട്ട് കുറ്റകൃത്യങ്ങളെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. വട്ടത്തിൽ നിങ്ങൾ ഓരോ കുറ്റകൃത്യങ്ങൾ, അതിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ പേര് നോട്ട് ചെയ്യുക. ഞാൻ പറയുന്ന പോയിന്റ് ശരിക്ക് ശ്രദ്ധിക്കണം, ശരിക്ക് മനസ്സിലാക്കണം, ശരിക്ക് പഠിക്കണം, ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. കുറ്റവാളികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുക്കുക. മുസ്ലിം കുറ്റവാളികളുടെ കേരളത്തിലെ എല്ലാ പത്രവും നിങ്ങൾക്ക് വരുത്തിച്ചു തരാം. കുറ്റവാളികളുടെ മൊത്തം ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് മുസ്ലിം കുറ്റവാളികളെ അതിൽ നിന്ന് വേർതിരിച്ച് നിർത്തും. എന്നിട്ട് അവരുടെ അഡ്രസ്സ് നിങ്ങൾ കളക്ട് ചെയ്യാം. അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് അവരുടെ വീടുകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുക. ഉറപ്പായിട്ടും 100 വീടുകളിൽ നിങ്ങൾ കയറി ചെന്നാൽ 98 വീടും അറബി ഖുതുബ കേൾക്കുന്ന മഹല്ലിലെ മെമ്പറായിരിക്കും. പച്ചയായി പറഞ്ഞാൽ സമസ്തക്കാരോട് ഇഷ്ടമുള്ള സമൂഹത്തിലെ അംഗങ്ങളായിരിക്കും. ക്ഷമിക്കണം, യാഥാർത്ഥ്യം അതാണ്. മുജാഹിദ് മഹല്ലുകളിൽ തെറ്റുണ്ടോ? ഉണ്ട്. തമ്മാടിത്തമുണ്ടോ? ഉണ്ട്. ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. താരതമ്യേന കുറവ്. ഇന്ന് പല നിലക്കും ഫത്വാല അലൈഹിമുൽ അമർ ഫഖസതു ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. കാലം ഇങ്ങനെ ദൈർഘിച്ചപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരൊക്കെ റിവേഴ്സ് ഗിയറിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. നമ്മൾ പലരെ പറ്റി പറയും, നല്ല പ്രവർത്തകനായിരുന്നു ബാലുശ്ശേരി, നല്ല ചെറുപ്പക്കാരൻ, എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നു. ഇപ്പൊ ഇത്തിരൊക്കെ കുടിക്കുന്ന കേട്ട് ISMന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. ചെങ്ങാതി ആരാ? ചെങ്ങാതി നന്നായ കണ്ണാടി വേണ്ടാന്നാ. ചെങ്ങാതി നല്ലതല്ല, അതുകൊണ്ട് കണ്ണാടി വേണം. ചെങ്ങാതി നല്ലതല്ല, അതുകൊണ്ട് തന്നെ കണ്ണാടി വേണം. മുമ്പ് കണ്ണാടി വേണ്ടായിരുന്നു, ചെങ്ങാതി നല്ലതായിരുന്നു. ഇന്ന് ചെങ്ങാതി നല്ലതല്ല, അതുകൊണ്ട് കണ്ണാടി വേണം. മനസ്സിലായില്ലേ? ചെങ്ങാതി നിന്നെ എന്നും നശിപ്പിച്ചിട്ടേ ഉള്ളൂ, നിന്നോട് നല്ലത് ഉപദേശിച്ചിട്ടില്ല. എടാ, ഞാൻ നിന്നെ കൂട്ടുപിടിച്ചത് ഇതിനല്ല. നീ എന്നെ കള്ളുഷാപ്പിലേക്ക് ക്ഷണിക്കാനല്ല, കള്ളുഷാപ്പിൽ നിന്ന് നിന്നെ പള്ളിയിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ നിന്റെ കമ്പനിയായത്. അതെ, വ്യഭിചാരത്തിന് നീ ഇറങ്ങി പുറപ്പെടുമ്പോ അതിന് ക്ഷണിക്കാനല്ല, അതിൽ നിന്ന് തിരിച്ചു വിളിക്കാനാണ് ഞാൻ നിന്നെ ക്ഷണിച്ചത്. വ്യഭിചാരത്തെ കൊണ്ട് നീ അടുക്കരുത്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 31-32 വചനങ്ങൾ വായിക്കണം. അങ്ങോട്ട് നീ ചെല്ലരുത്. യുവാക്കളോട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, എനിക്ക് ഈ മാതാപിതാക്കളുടെ അഭിപ്രായമുണ്ട്. ഫൻകിഹു അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളി വല്ലാഹു വാസിഉൻ അലീം. രക്ഷിതാക്കൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ മക്കളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മകന്റെ ബാധ്യതയല്ല ബാപ്പ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഓൻ പറയാൻ പാടില്ല. ഓൻ അതിന് അവകാശമല്ല. ബാപ്പ കണ്ടറിഞ്ഞവനെ കെട്ടിച്ചു കൊടുക്കണം. ഫൻകിഹു, നിങ്ങളവരെ നിക്കാഹിൽ ഏർപ്പെടുത്തുക. ഓ കുടുങ്ങിയല്ലോ എന്നാ, ബാപ്പ എനിക്ക് പെണ്ണിട്ടണമെന്ന് പറയാൻ പറ്റൂല എന്നാണോ നിയമോ? അല്ല, അത് ബേജാറാകണ്ട, അതോർത്ത് ബേജാറാകണ്ട. അതല്ല പറഞ്ഞത്. ഖുർആനിന്റെ പ്രയോഗം മാതാപിതാക്കൾ അവരെ വിവാഹത്തിൽ ഏർപ്പെടുത്തിക്കണം എന്നാ, കാളിമാരവരെ വിവാഹത്തിൽ ഏർപ്പെടുത്തിക്കണം എന്നാണ്. അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ സമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നാ, കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട് എന്നാ ഖുർആൻ എങ്ങനെയാ പറയുന്നത്? 24-ാം അധ്യായം 32-ാമത്തെ വചനം കണ്ടോ? വളരെ വ്യക്തം. മാത്രവുമല്ല, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത്ത് ഫൽയതസവ്വജ് അഅദ്ദു ലിൽ ബസർ ഫഅഹ്സനുൽ ഫറജ്. യാ മഅ്ശറ നിസാ, യാ മഅ്ശറ ശബാബ്, യുവാക്കളുടെ സമൂഹമേ. റസൂലുള്ളാഹി വിളിക്കാൻ, യുവാക്കളുടെ സമൂഹമേ, 21 വയസ്സായ കല്യാണം കഴിപ്പിച്ചോളൂ, താമസിക്കരുത്.
എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ 14 വയസ്സാവുമ്പോൾ തന്നെ കെട്ടിച്ചു കൊടുത്താലേ എന്ന് നന്നാവും. ക്ഷമിക്കണേ, കാലം മാറിയപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടുത്തെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് 21-18 എങ്ങനെയാ? പെണ്ണിന് 18 ആണിന് 21 വിടരുത്. പിന്നെ അവനെ പിടിച്ച് കെട്ടിച്ചില്ലെങ്കിലേ അല്ലേ? അതെ, അത് അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. അപ്പൊ ഏറ്റവും നല്ല എന്തറിയോ, മക്കളോട് പറയാടോ ചെങ്ങായി എന്നെ ഞാൻ കെട്ടിച്ചു തരും, ഈ അലമ്പുണ്ടാക്കരുത്, ആർത്തി കാണിക്കരുത്. ഏത് ഇന്നിപ്പോ ജനങ്ങളോട് അങ്ങനെ ഒന്നും പറയല്ലാതെ യാതൊരു രക്ഷയില്ല. ഈ സമൂഹത്തിലെ കുട്ടികൾ അവരോട് 21 വയസ്സാകുമ്പോൾ ഒരു കെട്ടിച്ചെടുക്കും. ഒരുപാട് മെച്ചങ്ങളുണ്ട്. അതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങൾ. പെൺകുട്ടികള് വലിയ ഡിഗ്രി ഒന്നും കഴിയാൻ കാത്തിക്കണ്ട, മനസ്സിലായോ? എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടാക്കും പെൺകുട്ടികളെ. വേറെ ഏതെങ്കിലുമൊക്കെ കോളേജിൽ, ബാംഗ്ലൂര് കൊണ്ടുവരുത് കേട്ടോ. ബാംഗ്ലൂരൊന്നും ഡിഗ്രി പഠിക്കാൻ, ഒരു ഡിഗ്രി അവർ പഠിക്കുന്നുണ്ട്, പ്രേമത്തിന്റെ ഡിഗ്രി. 9 മാസം കൊണ്ട് തിരിച്ചു പോന്ന്. മോളെ കോഴ്സ് കഴിഞ്ഞോ? കോഴ്സ് കഴിഞ്ഞ് പള്ളയിലൊന്നുണ്ട്, കോഴ്സ് കഴിഞ്ഞ്. ബാംഗ്ലൂരിൽ പോയാൽ കോഴ്സ് അതാ, ശ്രദ്ധിക്കണം. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നല്ല. ഇത് 100-1 100-99 ഇതാ. ഒന്ന് എന്തോ പഠിച്ചോന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു. മനസ്സിലായോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ട് കിട്ടേണ്ടതൊക്കെ കഴിഞ്ഞാ പല പെൺകുട്ടികളും. ഞാൻ ഇന്നലെ പാലക്കാട് നിന്ന് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണ് എന്നെ കൊണ്ടുവന്നത്. അനുഭവം പറയാൻ ഞാൻ ചോദിച്ചു, മോനെ സത്യം തുറന്നു പറയും, ബാംഗ്ലൂരിനെ പറ്റി വളരെ മോശമായി കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അവൻ എന്നോട് പറയുന്നത്, അവൻ മാത്രമല്ല ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ അറിയോ? ഇക്കാക്ക, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ഞങ്ങൾ ആണുങ്ങളെക്കാൾ കഷ്ടം മുസ്ലിം പെൺകുട്ടികളാണ്. മാടി വിളിക്കുകയാണ് അവരെ. പലതവണ ഞങ്ങൾ ഒഴിഞ്ഞു മാറി, പെൺകുട്ടികളെ ഞങ്ങൾ വിട്ടില്ല. ഉമ്മമാര് ശരിക്കും മനസ്സിലായിക്കോളെ. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥിനികളോട് ഞാൻ പറയുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ മാടി വിളിക്കുന്നത്. വെറുതെ മിസ് കോൾ ഇടുക. കുട്ടികൾ പറയാണ്, ചെറുപ്പക്കാര്, അപ്പൊ 4-5 തവണ മിസ് കോൾ വരുമ്പോ തിരിച്ചു വിളിക്കും. അപ്പോ നമുക്ക് നല്ലൊരു ഫ്രണ്ട്സ് ആയിക്കൂടെ എന്നാണ് അത്രേ ആദ്യം ചോദിക്കണത്. നല്ലൊരു ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാർ തമ്മിൽ പിന്നെ എങ്ങനെ ആവുമോ? എനിക്ക് മനസ്സിലാവില്ല. എന്താ സംഗതി? 9 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനോട് പരിക്കനായിട്ടല്ലാതെ സംസാരിക്കാൻ പാടില്ല. കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുക. അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഫോൺ എടുത്തു, നമ്മുടെയൊക്കെ വീടുകളിലേക്ക് പല ആളുകളും ഫോൺ ചെയ്യും. ഞാൻ എന്റെ ഭാര്യയോട് പറയാറുണ്ട്, 100 കണക്കിന് ഫോൺ വരും ഡെയിലി. അവള് ഫോൺ എടുത്തിട്ട് കൊഞ്ചിയാണെങ്കിലോ ഓന് തോന്നും ബാലുശ്ശേരി ഇല്ലാത്ത സമയത്ത് ഒന്നുകൂടി വിളിക്കാലോ എന്ന്. ആ ജാതി മക്കളെ എല്ലായിടത്തും ISMന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് വിളിക്കുക. 10 മിനിറ്റൊക്കെ ഓന് സംസാരിക്കണം. ഞാൻ പറയുന്ന അവളോട് പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഇവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് വിളിച്ചോളൂ, രാത്രി വരും. ദാറ്റ്സ് ഓൾ. ഖലാസ്. എല്ലാവരും മനസ്സിലായിക്കോളെ, പെണ്ണുങ്ങള്, എല്ലാ പെണ്ണുങ്ങളും മനസ്സിലായിക്കോളെ. ഇസ്ലാം അള്ളാഹു പറഞ്ഞ് പരിക്കനായിട്ട് സംസാരിക്കാനാ പുരുഷനോട്. ആരാ? ഇവിടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ, വെച്ചോളൂ. ദാറ്റ്സ് ഓൾ. ഇത് പറഞ്ഞെടുത്ത് ഖുർആൻ ഒരു കാര്യവും കൂടി പറഞ്ഞു. നീ എങ്ങാനും അവനോട് കൊഞ്ചിയാൽ, ഖുർആന്റെ വാക്കാ, മനസ്സിൽ രോഗമുള്ളവൻ നിന്നെക്കുറിച്ച് അടുത്ത ഫോണുകൂടി ചെയ്ത ഓള് വീണ്, രണ്ടാമതൊരു ഫോണും കൂടി ചെയ്താൽ ഓള് വീണു. മനസ്സിലാക്കും. ഗൾഫുകാരുടെ ഭാര്യമാരെ കുറിച്ച് പൊതുവെ മോശമായൊരു അഭിപ്രായമുണ്ട്. എല്ലാവരും അതല്ലട്ടോ, പടച്ചോനെ ശരിക്ക് പേടിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. എന്നാൽ ചിലരെങ്കിലും അവിടുത്തെ ഡ്രൈവർമാർ അവരുടെ ഭർത്താവാണ്. പകല് ഡ്രൈവർ, രാത്രി ഭർത്താവ്. പകല് ഡ്രൈവർ, രാത്രി ഭർത്താവ്. ക്ഷമിക്കണം, കണ്ണൂർ ജില്ലയിലൊക്കെ വ്യാപകമാണ്. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, വെറുത്താലും വെറുത്തില്ലെങ്കിലും. മനസ്സിലാവണുണ്ടോ? ചെറിയൊരു ഫോൺ കോളിലൂടെ തുടങ്ങാം, ചെറിയൊരു ബന്ധം, ആത്മഹത്യകളിൽ വരെ എത്തിപ്പെടുന്ന ബന്ധം. അടിച്ച് ഭാര്യ 5 കൊല്ലം ഭർത്താവ് കല്യാണം കഴിച്ച് നല്ല നിലക്ക് ജീവിച്ച് നല്ല കുടുംബമായിട്ട് ജീവിച്ചിട്ട് 5ാമത്തെ കൊല്ലം ഭാര്യയ്ക്കൊരു നിർബന്ധം, കമ്പ്യൂട്ടർ പഠിക്കണം എന്നും ഭർത്താവിനോട്. അതിന്റെ പേരിൽ ഒടുവിൽ അയാൾ വന്ന് ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പഠിക്കാൻ ഏൽപ്പിച്ചു. പോയി 2ാമത്തെ ആഴ്ച ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോ പഴയ കാലത്ത് ക്ലാസ്മേറ്റ് ആയ ഒരു ചെറുപ്പക്കാരൻ, മാരീഡ് അല്ലാത്ത
ഒരു ചെറുപ്പക്കാരൻ, അവളുടെ കൂട്ടുകാരൻ. എടി ഷമീന, നീ എന്താ ഇവിടെ? ഞാൻ ഇന്നതാണെന്നാണ്. ശരി, ആ പരിചയമൊക്കെ പുതുക്കി. ഫോൺ നമ്പർ ഉണ്ടോ ചോദിച്ചു. പിന്നല്ലേ അതെ എന്നിട്ട് കൊടുത്ത്. അന്ന് രാത്രി ഓനറിയാലോ ഓൻ ഗൾഫിലാണ്. നീ ഒറ്റക്കാണോ കിടക്കാറുള്ളത്? അതേ, ഓക്ക് പ്രശ്നമൊന്നുമില്ല. ഇതെന്തിനാ ഈ ചെറുത്താൻ ചോദിക്കണേ ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ രാത്രി റിങ്, ഇങ്ങനെ പരിചയമൊന്നുമില്ല. ഹലോ, ആരാണ്? ഇടി ഞാനാണ്, നമ്മൾ കണ്ടല്ലോ രാവിലെ. അത് തുടങ്ങിയിട്ട് പിന്നെ എന്തുണ്ടായി? 5 തവണ വ്യഭിചരിച്ചു. ഭർത്താവ് പിടിച്ചു ഗൾഫിൽ നിന്ന് വന്ന അന്ന് തന്നെ. എന്നിട്ട് എന്റെ മുമ്പിൽ അവർ 2 പേരും വന്ന രംഗമാണ് ഞാൻ ഓർക്കുന്നത്. എന്നെ നല്ല ഇഷ്ടമുള്ളൊരു ചെറുപ്പക്കാരൻ, കുവൈത്ത് പോയിട്ട് നമ്മുടെ പ്രസംഗം കേട്ട് മുജാഹിദായ ഒരു ചെറുപ്പക്കാരൻ, അവൻ വന്നു. എങ്ങനെയാ വന്നതെന്നറിയോ? ഭാര്യയെ ഇടിച്ചിട്ട്, ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ട് നീല കളറായിട്ട് രക്തം ഇങ്ങനെ കട്ട കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഭർത്താവിന് ചതിച്ചിട്ട്, വിശ്വസിച്ചിട്ട് ചതിച്ചിട്ട്. ചിന്തിക്കണം. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടിൽ പോയിട്ട് മീറ്റിംഗ് കൂടണം. ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും ഇരുന്നിട്ട് മക്കളോട് ചോദിക്കണം. ആ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ ബിനീഷ്, കിനീഷ്, പുനീഷ് എന്നൊക്കെ കുറെ പേര് കാണാം. എന്താ ഇത്? ഇതാരാണ്? ആരാ മോളെ ഇത്? ആരാണിത് ചോദിക്കണം. ഇപ്പോ സുഖാണ്, നല്ല സൗകര്യം. പണ്ട് ലാൻഡ് ഫോൺ ആയിരുന്നു. റിങ് ചെയ്താ വാപ്പാക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. ശബ്ദിച്ച് അലോ എന്ന് വെച്ചാൽ ആരാ എന്താന്നൊക്കെ കേൾക്കാം. ഇന്നതല്ലേലോ, ഇന്ന് മൊബൈൽ സൈലന്റിലാ. അങ്ങനെ ആവും. അപ്പൊ എന്താണ്? ബാപ്പയമ്മയും ഒന്നും കാണൂലല്ലോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഹലോ വാപ്പയുണ്ട്, പിന്നെ വിളിച്ചോളൂ, ഖലാസ്. സുഖാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ രക്ഷിതാക്കളോട്, 13 വയസ്സുള്ള മകൾക്ക് എന്തിനാ മൊബൈല്? ജില്ലാ കലക്ടറാ IAS പാസ്സായി ജില്ലാ കളക്ടർ ആയതാ എന്റെ മോള്? ആണോ? റോട്ടിലൂടെ എത്ര ആക്സിഡന്റ് ഉണ്ടായി. പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുക. വണ്ടി വന്ന് തട്ടിത്തെറിച്ചിട്ട് പോലും അറിഞ്ഞിട്ടില്ല, കൊഞ്ചുക. കാസർഗോഡ് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നപ്പോ ഒരു മരണ വാർത്ത. എന്താ വരണമെന്നറിയോ? ഇങ്ങനെ പിടിച്ചിങ്ങനെ പോയിട്ട് ഒരു പൊട്ടക്കിണറിലേക്ക് ഒറ്റ വീഴല. പരിസരം ഓർമ്മയില്ല. എത്ര ട്രെയിനാ തട്ടിയത് ഈ സാധനം കൊണ്ട്. നരകമാണ് മൊബൈൽ. നരകവും നേടിത്തരും, മൊബൈൽ സ്വർഗവും നേടിത്തരും. നരകമാണ് മൊബൈൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നേടിത്തരുന്നത്. എത്രയെത്ര വൃത്തികെട്ട മെസ്സേജുകൾ. യുവാക്കളെ, യൗവനമതല്ല. അതുകൊണ്ട് യൗവനത്തെ കുറിച്ച് ഓർക്കുമ്പോ സൂറത്ത് കഹ്ഫിൽ വളരെ മനോഹരമായി ഒരു യുവാക്കളെ പറ്റി വിശദീകരിക്കുന്നുണ്ട് ഖുർആൻ. എന്താ അത്? ശരിക്ക് പരിശോധിക്കണം. എന്താ അവിടെ കാണുന്നത്? വിശുദ്ധ ഖുർആൻ ഒരു പറ്റം യുവാക്കൾ, ഒരു രാജഭരണകൂടത്തിന് കീഴിൽ ജീവിച്ച ഒരു പറ്റം യുവാക്കൾ, നാട്ടുപ്രമാണിയായ, കിങ്കരനായ, സ്വച്ഛാധിപതിയായ, മുശ്രിക്കായ ഒരു നാട്ടുപ്രമാണിയുടെ കീഴിൽ ജീവിച്ച ഒരു സമൂഹം. അവർ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നിനക്ക് ഞാൻ സത്യസന്ധമായി ആ യുവാക്കളുടെ കഥ വിശദീകരിച്ചു തരാം. ആ യുവാക്കൾ ആരാണ്? ആ യുവാക്കൾ ഓർക്കണം, എല്ലാവരും ഓർക്കണം. യുവാക്കളായ എല്ലാവരും ഓർക്കണം. എല്ലാവർക്കും ഇത് ബാധകമാണ്. ഓരോ യുവാവിനും ഇത് ബാധകമാണ്. അവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഫതൻ, അല്ലാഹു പറയാൻ, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരൊരു പറ്റം യുവാക്കളായിരുന്നു, വിശ്വാസികളായ യുവാക്കൾ. അവർക്ക് നാം ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്തിന്റെ പേരിൽ? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു. ഇന്നോ അല്ല പറയുന്നതെന്താ? എഴുന്നേറ്റെന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് എഴുന്നേക്കാൻ ശേഷി വേണ്ടേ? ഭൂമിയിലൂടെ എങ്ങനെ നടക്കുക എന്നോവർ. ഞാന് അങ്ങ് എനയത്ത്, തേങ്ങാപ്പട്ടണം ഭാഗത്ത്, തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്ത് പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോ 47 റോഡാ, 47. അതിലൂടെ ഉണ്ട് ഒരാൾ. ആ റോഡ് മുഴുവനും മൂപ്പർക്ക് പോരാ. അങ്ങനെ വളഞ്ഞു റാല്, കള്ളുഷാപ്പ് മുഴുവൻ കുടിച്ചതാ. എന്നിട്ട്
ഒരു കള്ളിഷാപ്പ് ഇങ്ങനെ നടന്നു വരിക, ഒരു കള്ളിഷാപ്പ് മൊത്തത്തിൽ ഇങ്ങനെ നടന്നു വരിക. ആ ചാരായ ഷാപ്പിലത്തെ മുഴുവൻ കുടിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിന്റെ അവസ്ഥകൾ നോക്ക്. ആവട്ടെ, പോകട്ടെ, തുലയട്ടെ, എന്തുമാകട്ടെ, കുടിക്കട്ടെ, സർവത്ര നശിക്കട്ടെ, അതാകുന്നു ഞങ്ങളുടെ നേട്ടം. ഞങ്ങളുടെ സർക്കാരിന്റെ നേട്ടം എന്താ? നല്ല കള്ള് കൊടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. നല്ല കള്ള് കൊടുക്കാൻ. നല്ല കള്ള് കുടിച്ചിട്ട് മനുഷ്യൻ നന്നായിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവില്ല എന്താ ഇവിടെ സംഭവിക്കുന്നത്. നല്ല കള്ള് കിഡ്നിനെ കേടെടുത്തിട്ടില്ലേ? സീറോസിസ് വന്നിട്ടില്ലേ? രോഗങ്ങൾ വന്നിട്ടില്ലേ? നല്ല കള്ളോ, നല്ല വേശ്യാലയം, ഫ്രഷ് സ്ത്രീകൾ, തർക്കമില്ല. നിങ്ങൾക്കൊക്കെ തലക്കെന്തൊക്കെ പ്രാന്തുണ്ട് ചങ്ങൈമാരെ. നിങ്ങളെ ഞങ്ങളെ ഭരിക്കുന്നത്. ക്ഷമിക്കണം, ആത്മരോഷം കൊണ്ട് പറയാൻ, ചിന്തിക്കുന്നുണ്ട് പറയാൻ, ഈ സമൂഹത്തിന്റെ ദയനീയത ഓർത്തിട്ട് പറയാൻ. അതുകൊണ്ട് യുവാക്കളോട് നോക്കൂ, ഈ യുവാക്കളെ പറ്റി വറബത്തിന അലാ ഖുലൂബിഹിം ഇത് ഖാമു ഫഖാലു റബ്ബുന റബ്ബുസ് സമവാതി വൽ അർദ്. എഴുന്നേറ്റ് നിന്നു, അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്. ഈ ആകാശഭൂമികളുടെ റബ്ബിനോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത് അന്യായമാണ്. ആ അന്യായ വാക്ക് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് തന്നെ ആ യുവാക്കളിൽ ISM-കാർക്ക് മാതൃകയുണ്ട്. SSF-കാരിലല്ല, SYS-കാരിലല്ല, SIO-കാരിലല്ല, SDPI-യിലല്ല. അല്ല, കാരണം അള്ളാഹുവിനോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ഏറ്റവും വലിയ അന്യായമായ വാക്കാണ്. അത് ഞങ്ങൾ പറയില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച യുവജന പ്രസ്ഥാനം, ധാർമ്മികതയിൽ അധിഷ്ഠിതമായ വിപ്ലവ പ്രസ്ഥാനം, അതാണ് ISM. അതിലെ മെമ്പറാകാൻ സാധിക്കുക, ISM-ന്റെ പ്രവർത്തകനാകാൻ സാധിക്കുക. കേച്ച് ദം യങ്, യുവത്വത്തെ പിടിക്കുക എന്ന മോഡേൺ സാമ്രാജ്യത്വ ശക്തികളുടെ പുതിയ അജണ്ട. ആ അജണ്ടയെ കുറിച്ച് നാം ഗൗരവമായി ഓർക്കണം. ഞാനിനി അല്പം നിങ്ങൾ ആലോചിക്കുക യുവാക്കളെ കുറിച്ച്. നമ്മൾ മക്കളെ എഞ്ചിനീയറാക്കി, സമയത്തുണ്ടേ പറയണം കേട്ടോ, എഞ്ചിനീയറാക്കി, ഡോക്ടറാക്കി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 4 ആള്. 2 ആള് എഞ്ചിനീയറാ, ഒരാള് വമ്പിച്ച ബിസിനസ്സുകാരനാ, ഒരാള് ഡോക്ടറാണ്. സമാധാനമാണോ? ആണ്. ഉടനെ വീണ്ടും ഞാൻ ചോദിച്ചു, ഈ 4 മക്കൾക്ക് 4 തക്ബീർ ചെല്ലാൻ അറിയോ എന്ന് ചോദിച്ചു. 4 തക്ബീറോ? മയ്യത്ത് നിസ്കരിക്കാൻ അറിഞ്ഞൂടാ. ഇത്ര പോന്ന പുസ്തകത്തിലെ നോളജ് കംപ്ലീറ്റ് മനപ്പാടാ. അങ്ങനെ എഞ്ചിനീയറിംഗിൽ 1-ാം റാങ്കാ. മയ്യത്ത് നിസ്കരിക്കാനോ 4 തക്ബീർ ചെല്ലാനോ അറിഞ്ഞൂടാ. അതാര് പഠിപ്പിക്കും? ആരാ അത് പഠിപ്പിക്കുക? സംഗീതം അടിച്ചു തകർക്കുക, ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക ട്രെയിനിലൊക്കെ. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരി, ഇപ്പോഴത്തെ ചെറുപ്പക്കാരും. ഞാനിങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ആ സലീം ഉണ്ടല്ലോ, പിന്നണി ഗായകൻ സലീം, കണ്ണൂര്, അദ്ദേഹത്തിന്റെ മകളുണ്ട് സജില. മോളിങ്ങനെ ഇരിക്കുന്ന കാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഫുൾ സ്റ്റൈല്, ആണുങ്ങളൊക്കെ ഒരു സെറ്റപ്പിൽ എന്നിട്ടിങ്ങനെ ഓള് പാട്ടിന് പോവുക റെക്കോർഡ് ചെയ്യാൻ. ഞാൻ ചോദിച്ചു, മോളെ സ്പ്രിങ് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെവിയിൽ മറ്റേ കുന്ത്രാണ്ടുണ്ട്, ഇതിനെ കേൾക്കുക അല്ലേ? ഒരു തരം ലഹരി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടോ? ഇല്ല, ഒരു തരം ലഹരിയിലാണ്. മനുഷ്യർക്കിടയിലുണ്ട്. ഖുർആനിലെ 31-ാം അധ്യായം 6-ാമത്തെ വചന. മുജാഹിദുകളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്യണം. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം 6-ാമത്തെ വചനം. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, വിനോദങ്ങളെ, സംഗീതങ്ങളെ, നൃത്യങ്ങളെ വിലക്ക് വാങ്ങുന്നവർ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ, ഗിറ്റാർ, വാദ്യോപകരണങ്ങൾ, മ്യൂസിക്, അതുപോലെയുള്ള സംഗീത ഉപകരണങ്ങൾ ഹറാമാണ്, സംഗീതം ഹറാമാണ്. പിശാച് അള്ളാഹുമായി അഭിമുഖം നടത്തി. അള്ളാഹുവിനോട് പിശാച് ചോദിച്ചു, നാഥ, നിന്റെ അടിമകൾക്ക് നീ എന്താ നൽകിയത്? അള്ളാഹു പറഞ്ഞു, അവർക്ക് ഞാൻ ഖുർആൻ, വേദം. ആ നാഥ, നീ എനിക്ക് എന്താ നൽകിയത്? നിന്റെ കുഴലൂത്ത് സംഗീതമാണ്. സംഗീതം പിശാചിൻ്റെതാണ്. അതുകൊണ്ടാണ് സംഗീതം പിശാചിന്റെ കുഴലൂത്താണെന്നും അത് കുഫറിനെ വർദ്ധിപ്പിക്കുന്നു എന്നും പച്ചവെള്ളം ചെടിയെ പരിപോഷിപ്പിക്കുന്ന പോലെ സംഗീതം കുഫറിനെ വർദ്ധിപ്പിക്കുന്നു എന്ന്. ഷാഫി, കൊല്ലത്തുകാരൻ ഷാഫി,
ഞാൻ അവനെ കാണാൻ പോയി. അവനെ വിളിച്ചു വരുത്തി ISMന്റെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ. 3 മണിക്കൂർ ഞാൻ അവനായിട്ട് സംസാരിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, സംഗീതത്തിന് ലോകത്തെന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുകയും ഞാൻ പാടുകയും ചെയ്യാം. തൊട്ടിലിലെ ഒരു കുട്ടി നിങ്ങളുടെ പ്രസംഗം കേട്ടാൽ ഉറങ്ങുമോ, നിന്റെ പാട്ട് കേട്ടാൽ ഉറങ്ങുമോ എന്ന് ചോദിച്ചു. ഭയങ്കര ബുദ്ധി പറഞ്ഞതാ. ഇത് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി നിങ്ങളുടെ പ്രസംഗം കേട്ടാൽ ഉറങ്ങുമോ, നിന്റെ പാട്ട് കേട്ടാൽ ഉറങ്ങുമോ? കള്ളം പറഞ്ഞ് ശീലമില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു, നിന്റെ പാട്ട് കേട്ടാൽ ഉറങ്ങും, നിന്റെ പ്രസംഗം കേട്ടാൽ കുട്ടി ഞെട്ടി ഉണരും. അപ്പൊ അവൻ പറഞ്ഞു, അതൊരു നേട്ടമല്ലേ? ശരി, ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചു, ലോകത്തിലെ 2 തെമ്മാടികളെ നമ്മൾ 2 പേരും തിരഞ്ഞെടുക്കുക. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം, അടിവരയിടണം, ഇതിനനുസരിച്ച് ജീവിക്കണം. 2 തെമ്മാടികളെ, വൃത്തികെട്ട 2 തെമ്മാടികളെ തിരഞ്ഞെടുത്ത് ഒരാളെ ഞാൻ നിന്റെ കൂടെ അയക്കാം. നിന്റെ എല്ലാ പാട്ടും അവൻ കേൾക്കട്ടെ, എന്റെ പ്രസംഗം എന്റെ കൂടെ അയച്ച തെമ്മാടിയും കേൾക്കട്ടെ. ഇവർ 2 പേരിൽ നിന്റെ 100 ഗാനം കേട്ടിട്ട് ഈ തെമ്മാടി നന്നാകുമോ എന്ന് ചോദിച്ചു. എന്റെ 100 പ്രസംഗം കേട്ടാൽ അവന്റെ 100 തെമ്മാടി തെല്ലാതാകുമോ എന്ന് ചോദിച്ചു. അപ്പോ കള്ളം പറഞ്ഞു വല്ലാതെ ശീലമില്ലാത്തോണ്ടാവാം. അവൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ശരി, മനുഷ്യനെ നന്നാക്കാൻ സംഗീതത്തിന് കഴിയില്ല, തൽക്കാലം ഇങ്ങനെ ഒരു ത്രില്ലിൽ നിർത്താനേ കഴിയൂ. അതുകൊണ്ടാണ് ഇസ്ലാം ഹറാമാക്കിയത് അല്ലേ? ഞാൻ യേശുദാസിന്റെ ഗാനം കേട്ട് ഭാര്യയെ ഇനി ഒരിക്കലും മുഖത്തടിക്കില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ സുഹൈർ ചുങ്കത്തറയുടെ പ്രസംഗം കേട്ടു, അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും സ്ത്രീധനം വാങ്ങില്ല. അല്ലേ അല്ലേ അല്ലേ? ഞാൻ സമദാനിയുടെ പ്രസംഗം കേട്ടു, അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും കള്ളു കുടിക്കില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഉദാഹരണമാണ്. നേരെ മറിച്ച് MG ശ്രീകുമാറിന്റെ പാട്ട് കേട്ട് ഞാൻ നന്നായി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ സംഗീതം അപകടമാണ്, ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. ഇനി ഞങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇനി നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഈ പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഇതിന്റെ ആളുകളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് സമൂഹം മീറ്റിംഗ് കൂടാൻ അള്ള പറഞ്ഞിട്ടില്ല. അള്ള പറഞ്ഞു 5 ഗുണമുള്ളവരെ പള്ളി പ്രസിഡന്റ് ആക്കിക്കൊള്ളിയും. അള്ള പറഞ്ഞു, അത് നമ്മൾ കേട്ടില്ല ഇന്ന് വരെ. നമ്മൾ എന്താ നോക്കറിയോ? മൂപ്പര് ലിനന്റെ ഷർട്ടാട്ടോട്ട് ആജിയാരാ, പിന്നെയോ മൂപ്പർക്ക് BMW കാർ 2 ഉണ്ട്, പിന്നെ രാഷ്ട്രീയത്തിൽ ഇത്രയൊക്കെ പിടിപാടുണ്ട്, പിന്നെ ഹറാമായ കുറച്ച് പൈസ മൂപ്പരെടുത്തുണ്ട്. പള്ളിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ മൂപ്പരെ പ്രസിഡന്റ് ആക്കിയ സംഗതി കേറി തച്ചൂടരുത് കേട്ടോ പള്ളി പ്രസിഡന്റുമാരൊന്നും. പക്ഷെ സത്യതാണ് അങ്ങനെ. നേരെ മറിച്ച് ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാന്റെ പള്ളിയിലെ പ്രസിഡന്റ് ആരാവണം? അള്ളാന്റെ പള്ളിയിലെ സെക്രട്ടറി ആരാകണം? അള്ളാഹുവിന്റെ പള്ളിയിലെ പള്ളി കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുമ്പോ 5 യോഗ്യത വേണം അല്ലേ? 9-ാം അധ്യായം 18-ാമത്തെ ആയത്താ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, അടുത്ത പള്ളി കമ്മിറ്റി കൂടുമ്പോൾ നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ കോപ്പി എടുത്തിട്ട് പള്ളി കമ്മിറ്റിയിലേക്ക് ചെല്ലുക. എന്നിട്ട് ഈ ആയത്തോതി കേൾപ്പിച്ചു കൊടുക്കുക. ആരാ അള്ളാന്റെ പള്ളി ഭരിക്കണ്ടേ? അള്ള പറയാ, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ആള്, 5 നേരം കറക്റ്റായിട്ട് നിസ്കരിക്കുന്ന ആള്. എല്ലാ ജമായത്തിനും ഉണ്ടാവും അയാളുടെ മുന്നിൽ. നമ്മൾ സാധാരണ എന്താ അറിയോ, മാർക്കറ്റിൽ മത്സ്യം വിൽക്കുന്ന മുഹമ്മദ് കാക്ക 5 നേരവും സുബൈക്ക് ഇന്ന് വരെ സുബൈ അയാളെ തെറ്റിച്ച് ആരും കണ്ടിട്ടില്ല. നല്ലോണം ഖുർആൻ ഓതും, നല്ല ഹറാമിലെ എല്ലാ കാര്യങ്ങളും വിട്ടുനിന്ന് ഹലാലിൽ ജീവിക്കും. അതൊക്കെ ഉണ്ടാലും എന്താണ്, മീൻ വിൽക്കുന്ന മുഹമ്മദ് ഖാനെ പ്രസിഡന്റ് ആക്കാൻ പറ്റൂല. ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, തഖ്വയുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ ഉപജീവന മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരും. ആ ബോധല്ല. പിന്നെ ആരാ ഞാൻ പറഞ്ഞ പോലെ ആക്കുക? അതുകൊണ്ടാ പള്ളി കമ്മിറ്റി കേടുവന്നു ചെയ്ത്, അതുകൊണ്ടാ നാട് കേടുവന്നു ചെയ്ത്, അതുകൊണ്ടാണല്ലോ മഹല് കേടുവന്നു ചെയ്ത്. നിങ്ങൾ ചിന്തിക്ക്, ഞാൻ ചോദിക്കട്ടെ, ഒരു മഹലിനെ സക്കാത്ത് കൊടുക്കുന്ന വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹനെ മാത്രം പേടിക്കുന്ന ഈ 5 ഗുണമുള്ളോലെ, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്ത് വിശ്വസിക്കുന്ന, നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹനെ മാത്രം പേടിക്കുന്ന ഈ 5 ഗുണങ്ങളുള്ളവരെ പള്ളി പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ട്രഷറർ അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ആ തസ്തികയിലൊക്കെ നിർത്തുക. എന്നാൽ മാറ്റം കൃത്യമായി കാണാൻ കഴിയും. എന്താ സംഘടനകളിലൊക്കെ സംഭവിക്കുന്ന ഒരു ദുരന്തം എന്താ? പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒന്നും ദീൻ അറിയണ്ടെന്നാ ആണ്. ദീൻ അറിഞ്ഞോല് പ്രസിഡന്റ് സെക്രട്ടറി ആകുന്നുണ്ട് നമ്മുടെ മണ്ഡലത്തിലും മഹലിലൊക്കെ. ഓലിങ്ങനെ പ്രസംഗിച്ചടക്കുക, ഒരു മണ്ഡലം പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. അതിന്റെ ദുരന്തം.
ദീനറിയാവുന്നവര് പ്രസിഡന്റ് സെക്രട്ടറിയായ അതിനൊരു വിധി ഉണ്ടാവും. അയാൾ തന്നെ നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് എന്താ പ്രസിഡന്റ് പറയും, എന്ത് മൗലവിനോട് ചോദിക്കാം നമുക്ക്. അതല്ല, പ്രസിഡന്റ് മൗലവി ആയിരിക്കണം, മൗലവി പ്രസിഡന്റ് ആയിരിക്കണം, എങ്കിലും നല്ല മാറ്റം ഉണ്ടാവും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നിങ്ങൾ ചോദിക്കും. ഇപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി ഇരിക്കുന്നവരെ പ്രസിഡന്റ് ആകാന്ന് പൂതി വെച്ച് നടന്ന ആചാരോടൊക്കെ ഞങ്ങൾ എന്താ പറയുക അല്ലേ? കാരണം എന്താ അറിയോ, ഇന്നൊരു യൂണിറ്റ് പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞാൽ പോലും വലിയ സ്ഥാനമാണ് ആ വെപ്പ്. മനുഷ്യരെ ഇതൊരു ഭാരമാണ്. ഇത് ഷോൾഡറിൽ ചുമന്ന നരകത്തിലേക്കുള്ള യാത്രയാ. أعوذ بالله من الشيطان الرجيم